മാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗത്തിൻ്റെ ശക്തിക്കോ രോഗത്തിൻ്റെ ആത്മാക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ ഒന്നിൻ്റെ മേലും അവകാശമില്ല. ഞാൻ യേശുവിൽ ദിവ്യ ആരോഗ്യത്തിലും ദീർഘായുസോടെ ഇരുന്ന് വായ്പ മേടിക്കാതെ വാരി വിതറി കൊടുത്ത് നന്മയും കരുണയും ഞാൻ അനുഭവിക്കും. ഞാൻ ദീർഘായുസോടെ ഇരിക്കുന്നു, ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ, താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ വാലല്ല തലയത്രേ. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോട്, ലോകരാജ്യങ്ങളിൽ പോയി ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോട് ഞാൻ സുവിശേഷം പറയും. രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, ഇന്ന് മരിച്ചവരെ ഉയർപ്പിക്കും. കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും കർത്താവിനെ സ്തുതിക്കും. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്നലെ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ നെറ്റ്വർക്കിന്റെ ഒരു പ്രോബ്ലം നമുക്ക് വന്നിരുന്നു. എങ്കിലും കൃപയാൽ അത് എനിക്ക് തോന്നുന്നത് ദൈവ സന്ദേശങ്ങൾ നമുക്കത് കേൾക്കുവാൻ എനിക്കിവിടെ സിസ്റ്റം ഒന്ന് കട്ടായി പോയതാണ്. ഞാനത് പ്ലഗ് ചെയ്ത് കുറച്ച് വ്യത്യാസം വന്ന് ചാർജിന്റെ, അപ്പോൾ അത് പെട്ടെന്ന് ലോസ് ആയിപ്പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. എങ്കിലും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും ഒരു ചെറിയൊരു ഷോർട്ട് മെസ്സേജ് ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ ഉള്ളത്തിൽ ഒരു പ്രേരണയുണ്ടായി. അപ്പോൾ കഴിവതും നിങ്ങൾ അത് അനേകർക്ക് അത് കൊടുക്കുക. എന്തിനാണ് ഞാൻ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇടപെടുന്ന ചില വചനങ്ങളും അതിൻ്റെ അകത്ത് ചില ആലോചനകളെയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും ചില സമയങ്ങൾ ഉള്ളത്തിൽ ഒരു പ്രേരണ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ കൊടുക്കുക. തകർന്നിരിക്കുന്ന ആർക്കെങ്കിലും ചിലപ്പം ആ ഒരു വാക്ക്, ഒരു വചനം ദൈവകൃപയാൽ ദൈവം അത് ഉപയോഗിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ചെയ്യുക. മുന്നോട്ടും അത് ചെയ്യുവാൻ നമുക്കറിയാം, പല കാര്യങ്ങൾ തുടങ്ങും, പക്ഷെ പിന്നീട് പലപ്പോഴും അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് എല്ലാം സഹായിക്കും. അതിനുള്ള സാഹചര്യങ്ങളെയും സമയങ്ങളെയും ഒക്കെയും വേണ്ട വിധേന പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. വൻ കാര്യങ്ങളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതാന്ന് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? വചന ചിന്ത ദൈവരാജ്യത്തെ പറ്റി. സമൃദ്ധി നൽകുന്ന ദൈവം. ദൈവരാജ്യത്തെ പറ്റി. ദൈവരാജ്യം ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പെട്ട ദൈവം. നന്നായിട്ട് പഠിക്കണം. ദാഹമുള്ള ജനത്തെ യേശുവിന് ഇഷ്ടമാണ്. ദാഹമുള്ള ജനത്തെ യേശുവിന് ഇഷ്ടമാണ്. ആമേൻ. അപ്പൊ എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും ഓരോരോ ആശയമാണ് നല്ലത്. പല കാര്യങ്ങളും പറഞ്ഞു. ദൈവരാജ്യത്തെ പറ്റി നമ്മൾ കേട്ടു. കർത്താവിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെന്ന് പഠിച്ചു. 3, ദാഹമുള്ള ജനത്തെ കർത്താവിന് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ മനസ്സിലായി, പഠിച്ചെങ്കിലേ ഉള്ളൂ പരീക്ഷാ സമയത്ത് ജയിക്കാൻ പറ്റത്തുള്ളൂ. വചനം പഠിക്കണമെന്ന് മനസ്സിലായി. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്നലെ കേട്ടതാണ്. ഇന്നും നമുക്ക് കർത്താവിന്റെ വചനങ്ങളെ കേട്ട് കർത്താവിൽ ബലപ്പെടാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഈ സൂം പ്രയറിൽ കയറുവാനുള്ള ഒരു ലിങ്ക് അവിടെയുണ്ട്. അതിൻ്റെ ഒരു പാസ്വേഡ് അവിടെയുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ സൂമിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, ഇന്ന് ലൈവിൽ കാണുന്നവർക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിലോ മറ്റ് യാത്രയിലൊന്നും അല്ലെങ്കിൽ കയറാൻ സാഹചര്യം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങ് വാ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് കർത്താവിന്റെ കൃപയിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിന്റെ വചനങ്ങളിൽ ശക്തിപ്പെടാം. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സഹായിക്കുന്ന കർത്താവാണ്. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. കയറാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളാൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഇന്നും നമുക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്നും അല്പനേരം ചിന്തിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ധ്യാനിച്ചു വരുന്നത്. അതിൻ്റെ അകത്ത് 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അനന്തരം, നമ്മൾ ഇന്നലെ 9-ാമത്തെ വാക്യത്തിൽ ദൈവരാജ്യത്തെ പറ്റി കേട്ടു. രണ്ടാമത് 10-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, അനന്തരം കർത്താവ് 70 പേരെ നിയമിച്ചു. അതായത് 12 ശിഷ്യന്മാരല്ലാതെ കർത്താവ് വീണ്ടും 70 പേരെ നിയമിച്ചു.
താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന്റെ വേലക്കാരെ അയപ്പാൻ അപേക്ഷിപ്പിൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുമേ മരുത്. ഏത് വീട്ടിൽ ചെന്നാലും ഈ വീട്ടിൽ സമാധാനമെന്ന് ആദ്യം പറയുവിൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്റെ മേൽ വസിക്കും. ഇല്ലെന്ന് വരികയിൽ നിങ്ങളിലേക്ക് അത് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നു കുടിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ പാർക്കുവിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്നും വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഭക്ഷിപ്പിൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കുവിൻ. ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുവിൻ. നോക്കുകയെ, ഇവിടെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇന്നലെ കേട്ടു, കർത്താവ് ദൈവരാജ്യം പ്രസംഗിക്കുവാനും അവരെ കർത്താവ് ആദ്യം തന്റെ ശിഷ്യന്മാരെ അയച്ചു. രണ്ടാമത് കർത്താവ് 70 പേരെ കർത്താവ് വീണ്ടും തെരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ അതിനു മുമ്പായിട്ട് ചോദിച്ചോട്ടെ, എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് കർത്താവ് തരുവാണ്. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഈ ദീപ എന്ന് പേരുള്ള വ്യക്തി, ഓഗസ്റ്റിൽ ജനിച്ച ദീപ എന്ന് പറയുന്ന പേരുള്ള മൈക്ക് മ്യൂട്ട് ചെയ്ത് മൈക്ക്. ഓഗസ്റ്റിൽ ജനിച്ച ദീപ എന്ന് പേരുള്ള ആരെങ്കിലും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റുന്നവരൊക്കെ ഒന്ന് നിങ്ങൾ കഴിവതും നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട് പ്രാർത്ഥന, കുറച്ചും കൂടെ നിങ്ങൾക്ക് സൗകര്യമായിട്ട് എന്ത് ചെയ്യാൻ ശ്രദ്ധിച്ച് ചെയ്യട്ടെ. ദീപ എന്നു പേരുള്ള ഓഗസ്റ്റ് മാസം ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇന്ന് സൂമിലുള്ള ആളുകളാണെങ്കിൽ ഇന്ന് ഏറ്റെടുക്കണം. യൂട്യൂബിൽ കാണുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് ഒരു വാക്ക് പറയുന്നു. ദൈവത്താലുള്ളൊരു വഴിയിലേക്ക് നിങ്ങളെ മാറ്റുവാൻ വേണ്ടി പോകുന്നു. ഓഗസ്റ്റ് മാസം ജനിച്ച ദീപയാണ്. ആ ദീപനെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മകളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അത് സ്വീകരിച്ചാട്ടെ. ആ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു. ദൈവത്താൽ ഒരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുക. ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കണം. ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞതിൻ്റെ കാരണം സാധാരണ നമ്മളിതിന് ശേഷമാണ് ആലോചനകൾ ഇടപെടുന്നത്. ഞാനത് പറഞ്ഞത് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇനി ലൈവിലോ സൂമിലോ ആയിക്കോട്ടെ, ആ വ്യക്തി സ്വീകരിച്ചോ, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ വേണ്ടി പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഏത് പട്ടണത്തിൽ ചെന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിപ്പിൻ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും കർത്താവ് തന്റെ ശിഷ്യന്മാര് 12 പേരെ കൂടാതെ അവരെന്ത് ചെയ്തത്? വേറെ 70 പേരെ തെരഞ്ഞെടുത്തു. നോക്കിയ, വേറെ 70 പേരെ തെരഞ്ഞെടുത്തു. എന്നിട്ട് വചനം പറയുന്നു, അവരെ ഓരോ സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി പറഞ്ഞയച്ചു. നോക്കിയേ, എന്തുകൊണ്ടായിരിക്കും ഒരു കർത്താവ് ഈ 70 പേരെ തെരഞ്ഞെടുത്തത് എന്നൊരു ഐഡിയ ബൈബിള് വായിച്ചിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? 12 ശിഷ്യന്മാരെ കൂടാതെ കർത്താവ് പെട്ടെന്ന് 70 പേരെ തെരഞ്ഞെടുക്കും. എന്തിനായിരിക്കും? കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുക. കർത്താവ് തന്റെ ശിഷ്യന്മാരെ എടുത്തതിന്റെ പ്രധാന ഘടകം, അല്ലെങ്കിൽ 70 പേരെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന ഘടകം, ശിഷ്യന്മാരെ കൂടാതെ കർത്താവിന് അധികം ആളുകളെ ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായി, ഞങ്ങളിൽ ആരാണ് വലിയവൻ? പല ചിന്തകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് കർത്താവിന്റെ സുവിശേഷ വേല ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ ഒത്തിരി വേദനിപ്പിക്കുന്ന ചില വാർത്തകൾ കേൾക്കാനായി തീർന്നു. നമുക്കറിയാം, നിങ്ങളൊക്കെ ടി വിയിലൊക്കെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല, അതിലെന്താണ് അതിന്റെ നിജസ്ഥിതി എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ കണ്ട് പഞ്ചാബിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഏകദേശം 3 ലക്ഷത്തോളം ആളുകളോട് എല്ലാ ആഴ്ചയിലും സുവിശേഷം പറയുന്ന ഒരു ദൈവദാസന്റെ ഒരു കേസിൽ അദ്ദേഹത്തിന്റെ ഒരു കേസ് വിധി വന്നു. ജീവപര്യന്തം അദ്ദേഹത്തിന്റെ ഒരു കേസ് വന്നു. എനിക്കതിന്റെ നിജസ്ഥിതി അറിയത്തില്ല.
തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല, അത് ശരിയാണോ കള്ളക്കേസാണോ നമുക്കറിയത്തില്ല, എന്തുവാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എടുത്ത പലരുടെയും അതിൻ്റെ അകത്ത് കമൻറ്റ് കണ്ടതിൻ്റെ അകത്ത് പല ആൾക്കാരും പറയുന്നുണ്ട്, എനിക്ക് അല്ലേലും അറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. കുറേ ആൾക്കാർ കുറ്റപ്പെടുത്തിയും അതിൻ്റെ അകത്ത് ഒത്തിരി വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും ഷെയർ ചെയ്തു. പലരും റീച്ചിന് വേണ്ടി പല യൂട്യൂബ് ചാനലുകളിലൊക്കെ വിശ്വാസികൾ തന്നെ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവദാസന്റെ വീഴ്ചയിൽ നിങ്ങൾ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുകയോ അദ്ദേഹത്തിൻ്റെ താഴ്ചയിൽ എന്തുവായിക്കോട്ടെ, എനിക്കറിയത്തില്ല, എൻ്റെ അകത്ത് നിജസ്ഥിതി എനിക്കറിയത്തില്ല, ഇപ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇത് പറയുന്നത്, എങ്കിലും ഒരാളുടെ വീഴ്ചയിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്ന ആളുകളാകരുത്. അദ്ദേഹത്തെ സന്തോഷിക്കുന്ന വ്യക്തിയാകരുത്, ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്ന വ്യക്തിയാകരുത്. ഇനി അദ്ദേഹത്തിന് തെറ്റുപറ്റിപ്പോയെങ്കിൽ കർത്താവെ ഒരു മാനസാന്തരം കൊടുത്ത് മടങ്ങി വരുവാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാകണം. ഒരിക്കലും നിങ്ങളൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു മീഡിയയിൽ ഒരിക്കലും ചെയ്യരുത്. ഞാൻ വീണ്ടും നമ്മൾ പറയുകയാണ്, എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കാര്യം ഒരു 3 ലക്ഷം പേരോട് യേശുവിനെ പഞ്ചാബ് പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ ഒരു വർഷം മുമ്പ് നമുക്കറിയാം, ഒരു ദേവദാസന്റെ തല വെട്ടിക്കളഞ്ഞ് ആ തല അവിടെ ആ ഒരു പട്ടണത്തിൽ കിടക്കുന്നത് വാർത്ത നമ്മൾ കണ്ടറിയില്ല. ഒരു ദേവദാസന്റെ തല വെട്ടിക്കളഞ്ഞവരാ. അപ്പൊ അങ്ങനെ ഒരു പട്ടണത്തിൽ അത്രയും ജനത്തോട് സുവിശേഷം പറയുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയത്തില്ല. എങ്കിലും നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങൾ എത്ര പേര് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്? പ്രാർത്ഥിക്കണം. കാരണം വെച്ചാൽ നമ്മുടെ എറണാകുളം മീറ്റിങ്ങിന് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് സുവിശേഷം പറയുവാൻ കഴിയാത്ത രീതിയിൽ അന്നത്തെ ദിവസം എനിക്ക് പ്രസംഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മാനസിക വിഷമത്തിൽ ഇന്നും ഞാൻ ആ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ ഒരു വല്ലാത്തൊരു മാനസിക വിഷമത്തിലൂടെയാണ് എനിക്ക് അന്ന് മോർണിംഗിൽ 10 മണിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒരു തവണ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ ബുദ്ധിയിൽ പറഞ്ഞു, കർത്താവേ ഈ പ്രാർത്ഥന ഒന്ന് മാറ്റിവെക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് പോലും ഒരു സമയം ഞാൻ ചിന്തിച്ചു പോയ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ ആ സമയത്ത് കടന്നുപോയത്. എറണാകുളം പ്രാർത്ഥന നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ പല മാനസിക അവസ്ഥയിലൂടെയാണ്, നിങ്ങളെപ്പോലെ തന്നെ ഉള്ള മനുഷ്യന്മാരാണ് ഈ ശുശ്രൂഷകർ. ദൈവം അവരെ അഭിഷേകം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഒരു നാവായി നിർത്തുമ്പോൾ, അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നിങ്ങൾ പ്രത്യേകിച്ച് വ്യക്തിപരമായി എപ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഒരു ആലോചന വെളിപ്പെടുമ്പോൾ, ഒരു ദൈവദാസൻ, ഞാനായിക്കോട്ടെ, മറ്റൊരു ബ്രദർ ആയിക്കോട്ടെ, ഏത് പുരോഹിതനായിക്കോട്ടെ, അവരുടെ നാവിലൂടെ നിങ്ങളോടൊരു പ്രവചന ആലോചന വരികയും നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി നിലനിൽക്കുവാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. കാര്യം ദൈവം കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ട ആൾക്കാരാണ് കർത്താവിന്റെ വേലക്കാർ. എൻ്റെ കൂടെ പറഞ്ഞ്, ദൈവം കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ട ആൾക്കാരാണ് കർത്താവിന്റെ വേലക്കാരെന്ന് പറ, സുവിശേഷ വേല ചെയ്യുന്നവർ. ദൈവം കഴിഞ്ഞാൽ കാരണം നിങ്ങളെ ദൈവവുമായിട്ട് അടുപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് പുരോഹിതന്മാർ, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ, കർത്താവിന്റെ സുവിശേഷം പറയുന്ന ആളുകൾ. അവർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരിക്കലും ഒരു ദേവദാസന് ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിനെ നിങ്ങൾ തെറ്റ് തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിന് കർത്താവ് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വേദന സംഭവിച്ചെങ്കിൽ, ഒരു വീഴ്ച പറ്റിയെങ്കിൽ, അത് 10 പേരുടെ കൂടെ പോയിരുന്ന് വിമർശിക്കാനല്ല, ആ വ്യക്തിക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ദിവസം ജോലി വരെ മാറ്റിവെച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ അവിടെ കാണിക്കണം. ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിൽക്കണം. കാര്യം എനിക്ക് നിങ്ങളോട് പ്രാർത്ഥിക്കാനും, ഞാനും നിങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, എല്ലാ ശുശ്രൂഷകരും മനുഷ്യന്മാരാണ്. അപ്പം നിങ്ങളോട് കർത്താവിൻ്റെ ആലോചന പറയുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകണം. നമുക്ക് പിന്നെ അവിടെ നിൽക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടമുള്ള മനുഷ്യൻ, മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഓർത്തോണം, മനസ്സെന്നുള്ളത് പലപ്പോഴും നിങ്ങളെപ്പോലെ തന്നെ ചിന്തകൾക്ക് വ്യത്യാസം വരും. അപ്പം ഇതെല്ലാ ദൈവദാസന്മാർക്കും ഉണ്ട്. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഇടിവിൽ നിൽക്കാൻ. ഞാൻ പറയുന്നത്, ഒരിക്കലും ഞാനൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, പകരം നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വ്യക്തിയെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ലോകത്തിൽ എന്ത് കണ്ടാലും മിസ്റ്റേക്കുകൾ പറ്റിയാലും തെറ്റിനെ ഒരിക്കലും അനുകൂലിക്കുകയല്ല. കർത്താവെ, തിരുത്തുവാനൊരു അവസരം കൊടുക്കണം. കർത്താവ് സഹായിക്കണം. ഞങ്ങൾക്ക് ഇനിയും കർത്താവിൻ്റെ നാമത്തിൽ അവർ ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്തതിൻ്റെ മെയിൻ കാരണം തന്നെ, ഇന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഒരു ചിന്തയുണ്ട്, ഞങ്ങളിൽ ആരാണ് വലിയവൻ?
ഈ പെസഹായുടെ അന്ന് പോലും നമുക്കറിയാം കർത്താവിന്റെ ശിഷ്യന്മാരോട് പലപ്പോഴും സംസാരിക്കുമ്പോഴും അവരുടെ കാല് കഴുകുന്ന ശുശ്രൂഷ, നമ്മുടെ നാട്ടിലൊക്കെ കാലുകൾ ശുശ്രൂഷ ഉണ്ടല്ലേ, നമ്മൾ ഏറ്റവും നല്ല കാലെടുത്ത് കഴുകുക. നമ്മളൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇനിയിപ്പം ഈസ്റ്ററൊക്കെ വരാൻ വേണ്ടി പോവാണ്. നമ്മൾ കാല് കഴുകൽ ശുശ്രൂഷയൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലേ. നമ്മൾ കാല് കഴുകുന്ന എന്തിനു വേണ്ടിയാ? കർത്താവ് ചെയ്ത കാര്യം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താൻ താഴ്ത്തുന്നു എന്നതിന്റെ സിമ്പലാണ്. യേശു ക്രിസ്തു ആ ഇട്ടിരുന്ന വസ്ത്രം അഴിച്ചു വെച്ചിട്ട് അരയ്ക്കൊരു തോർത്ത് കെട്ടി, നമ്മുടെ ഭാഷ തോർത്ത് കെട്ടിയിട്ട് കർത്താവിന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുക എന്ന് പറഞ്ഞാൽ ദാസനെ പോലെ യേശു അവരെ ശുശ്രൂഷിച്ചു എന്ന് കാണിക്കുന്നതാണ്. അതായത് നീ വലിയവനല്ല, നിങ്ങൾ ആരും വലിയവനല്ല, ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുന്നവനാണ് വലിയവനെന്ന് കർത്താവ് കാണിക്കുവാൻ വേണ്ടിയാണ് അവൻ എന്ത് ചെയ്യുന്നത്? ആ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരാളുടെ പത്രോസ്ലീഹ, നമുക്ക് കർത്താവിന്റെ ശിഷ്യന്മാർ പലപ്പോഴും ഒക്കെ ഈ ലോകത്തിൽ എല്ലാവർക്കും താഴ്ചകളും വീഴ്ചകളും സംഭവിക്കും. അവർ നിലനിൽക്കാൻ വേണ്ടി അവർക്ക് ടെംപ്ടേഷനുകളൊക്കെ വരും, അവർക്ക് ബലഹീനതകൾ വരും. അവരെ കർത്താവ്, അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ വിശുദ്ധന്മാർ ദൈവഹിത പ്രകാരം നിലനിൽക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടി എന്നാണ് പറഞ്ഞത്. അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം എപ്പഫ്രാസിന്റെ പ്രാർത്ഥന. കാര്യം ഞങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിൽ അഭിഷക്തൻ നിൽക്കണം, ഞങ്ങൾക്ക് കർത്താവിന്റെ ആലോചനയുമായി ദൈവസന്നിധിയിൽ അവർ നിൽക്കണമെങ്കിൽ കർത്താവ് അവരെ സകല ടെംപ്ടേഷനുകളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരെ ശക്തീകരിക്കണം, അവരെ ബലപ്പെടുത്തണം, അവരെ ആരോഗ്യത്തോടെ നിർത്തണം. അടുത്തൊരു ദിവസം കൂടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം പറയുവാൻ അവരെ കുടുംബമായിട്ട് കർത്താവ് ശക്തീകരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും എടുത്ത് പറയുക കേട്ടോ, എനിക്ക് ഇതിൻ്റെ അത് നിജസ്ഥിതി, ഞാൻ ആ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്യുമല്ല. കണ്ടപ്പോൾ എനിക്ക് ആളുകൾ പലപ്പോഴും കണ്ടപ്പോൾ എന്തോ അതിൻ്റെ നിജസ്ഥിതി അറിയത്തില്ലെങ്കിലും അങ്ങോട്ട് കാഴ്ച കാണുമ്പോൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി നാളെ അദ്ദേഹത്തിന് തെറ്റ് പറ്റിയെന്ന്, വീഴ്ച പറ്റിയെന്ന് കാണുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അങ്ങ് സഹായിക്കണം. വീഴ്ച പറ്റിയെങ്കിൽ കർത്താവ് യഥാസ്ഥാനപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. വീണ്ടും ഞങ്ങളുടെ ഇടയിലേക്ക് പത്രോസ്ലീഹ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോയ ആളാ, കൂടെ കർത്താവിന്റെ ശിഷ്യന്മാരെയും കൂട്ടിയ ആളാ. പക്ഷെ കർത്താവ് മടങ്ങിച്ചെന്ന് പത്രോസ്ലീഹായോട് സംസാരിച്ച് ആ വ്യക്തിക്കൊരു മാനസാന്തരം കൊടുത്ത് കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ടാണ് നമുക്കിന്ന് ലോകത്തെ ഇളക്കി മറിക്കുന്ന പത്രോസ്ലീഹായെ കാണാൻ പറ്റിയത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ഈ 70 പേരെ നമ്മളിന്ന് ശുശ്രൂഷ മെസ്സേജാണ് ഇന്ന് ഇതിൻ്റെ അകത്ത് പറയാൻ വേണ്ടി പോകുന്നത്. 70 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. അപ്പം എനിക്ക് വലിയ സന്തോഷം. കാര്യം നമ്മൾ നടത്തിയ എറണാകുളത്ത്, കൊല്ലത്ത്, കോട്ടയത്ത് ഈ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ കൂടെയുള്ള സഹോദരങ്ങൾ വളരെ ആക്റ്റീവായിട്ട്, എനിക്ക് നിങ്ങളോട് നമ്മുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആ സഹോദരന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുവാണ്. എനിക്ക് വളരെ ഞാൻ പറഞ്ഞാൽ എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിരുന്നു. എല്ലാ പ്രാർത്ഥനയും എനിക്കൊന്നും അറിയേണ്ടി വന്നില്ല. നിങ്ങളെ നേരെ വന്ന് ശുശ്രൂഷിക്കുക എന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സമാധാനത്തോടെ അത് ചെയ്യുവാൻ കർത്താവ് എല്ലാം സഹായിച്ചു. എനിക്കൊന്നും അറിയേണ്ടി വന്നില്ല. സഹോദരങ്ങളെല്ലാം അത് കോർഡിനേറ്റ് ചെയ്തു. അത് കർത്താവിൻ്റെ നാമത്തിൽ അത് നേരത്തെ തന്നെ എല്ലാം നിങ്ങൾ വളരെ അനുഗ്രഹമായിട്ട് ചെയ്തു. ഞാൻ നിങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങൾ ആരും വഴിതെറ്റി വന്നവരല്ല, നിങ്ങളെ കർത്താവ് അതിനായിട്ട് ഉപയോഗിച്ചതാണ്. അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും ദൈവം തന്നിരിക്കും. കർത്താവ് ആർക്കും കടക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2012 കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് ഇറങ്ങിയ സമയത്ത് അന്ന് എൻ്റെ കൂടെ ഇന്ന് നിങ്ങൾ ഈ കണ്ട പോലെയുള്ള ആളുകൾ നിൽക്കാനോ കൂടാനൊന്നുമില്ല. കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷവുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് എനിക്കറിയാം ഇന്ന് അത് ചെയ്തതിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നും ഞാൻ അന്ന് ചെയ്തതിൻ്റെ അനുഗ്രഹം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഇനിയും അത് അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതേപോലെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരല്ലാതെ 70 പേരെ തിരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയി ദൈവരാജ്യത്തെ പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ രാജ്യം മറക്കരുത്. എൻ്റെ നന്മയുടെ ഉറവിടം ദൈവരാജ്യമാണ്. ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ, ATM കാർഡ് കൈവശമുള്ളവർക്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് അല്ലേ? നമുക്കിപ്പം ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചാലോ ഒരു യാത്ര പോയാലോ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാലോ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം അല്ലേ? ATM കാർഡ് കൈ പിടിക്കുമ്പോൾ നമുക്കൊരു ധൈര്യവും ബലവും ഉണ്ട്. അതിൻ്റെ കാരണം ബാങ്കിൽ പണമുണ്ട്. ഇതേപോലെ ദൈവരാജ്യത്തിൽ നിൽക്കുന്ന വ്യക്തിയുടെ ധൈര്യവും ബലവും ദൈവത്തിൻ്റെ രാജ്യത്തിലായിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോയാലും എന്തും തയ്യാറായി, എല്ലാ സൗകര്യവുമുള്ള, എല്ലാ നന്മയുള്ള, എല്ലാ ഉയർച്ചയും തരുന്ന ദൈവത്തിൻ്റെ രാജ്യം എനിക്കുണ്ട്. അവിടുന്ന് എനിക്ക് അനുഗ്രഹം വരും, അവിടുന്ന് എനിക്ക് നന്മ വരും.
ഈ ഭൂമിയിലുള്ളതല്ല, പകരം നിങ്ങൾ എന്ത് ചിന്തിക്കണം? എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. നോക്കിയേ, ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മൾ ഇന്നലെ ഇത് പറഞ്ഞു, വഴിയിൽ പൊക്കണവും സഞ്ചിയും ചെരുപ്പും ഒന്നും എടുക്കരുത്, ഏത് വീട്ടിൽ ചെന്നാലും സമാധാനമെന്ന് പറയണം. അവർ തരുന്നത് തിന്ന് കുടിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ എന്ന് പറഞ്ഞു. നോക്കിക്കേ, വേലക്കാരൻ കൂലിക്ക് യോഗ്യനല്ലോ. അപ്പൊ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കർത്താവിന്റെ സുവിശേഷം ചെയ്യുന്ന വ്യക്തികളെ മാനിക്കണം. എന്തുകൊണ്ടാണ് ഈ മാനിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നിങ്ങൾ വിവേചിക്കണം കേട്ടോ. ഞാൻ സുവിശേഷം പറയുന്ന, ഞാൻ വീണ്ടും ഒരു വാണിംഗ് പോലെ എപ്പോഴും പറയാണ്, സുവിശേഷം പറയുന്ന എല്ലാവരും ദൈവാത്മാവിലാണ് നയിക്കപ്പെടുന്നത് ഞാൻ പറയത്തില്ല കേട്ടോ. എല്ലാവരും, സുവിശേഷം പറയുന്ന എല്ലാവരും ദൈവാത്മാവെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിനാൽ ഉള്ളതാണെങ്കിൽ ഒരാളുടെ വചനം കേട്ടാൽ നിങ്ങളുടെ അകത്തൊരു സമാധാനം ഉണ്ടാവും, നിങ്ങളുടെ അകത്തൊരു വിശ്വാസം ഉണ്ടാവും, നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിനോട് അടുക്കുവാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും, നിങ്ങളുടെ അകം ഏത് പ്രതിസന്ധിക്കകത്ത് ഒരു ധൈര്യം ഉണ്ടാവും, ഒരു ബലം ഉണ്ടാവും, ഒരു വിശ്വാസം ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയുള്ള ആളുകളാണ്. അല്ലാത്ത പക്ഷം അത് ബുദ്ധിയുടെ ശുശ്രൂഷയാണ്, മനുഷ്യന്റെ ശുശ്രൂഷയാണ്, അത് വചനം പറയുന്നത് മാത്രമേ ഉള്ളൂ, അത് അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്, ആത്മാവിന്റെ ശുശ്രൂഷയല്ല. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, കർത്താവ് തന്റെ 70 പേരെ അയച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം അവിടെ സമാധാനം എന്ന് പറയണം. അവിടെ ഒരു സമാധാന പുത്രൻ എന്ന് പറയാൻ കാരണം, നിങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന സമയത്ത് ചില വീട്ടുകാർ പറയും, എനിക്കിവിടെ സുവിശേഷം വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ ഓടിച്ചു വിടത്തില്ലേ? ആ ചില വീട്ടുകാർ പറയും, ഇങ്ങോട്ട് വാ. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയത്തില്ല. ഞങ്ങൾ പത്തനംതിട്ടയിൽ ഒരു സ്ഥലത്ത്, ഞാൻ ഇപ്പോഴും ആ സ്ഥലത്തിന് എനിക്ക് ഓർമ്മയില്ല, പത്തനംതിട്ട ടൗണിൽ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വലിയൊരു പൊക്കപ്രദേശമാണ്. അവിടെ ഇങ്ങനെ ട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. അവിടെ ഇങ്ങനെ പോയി ഞാനും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അന്ന് കണ്ടല്ലോ ടിനു ബ്രദറും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ പോയിട്ട് പല വീടുകളിൽ പോയി നോട്ടീസ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ ചെന്ന സമയത്ത് ഒരു അമ്മച്ചിയും കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മച്ചിയും കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ താഴേക്ക് നോക്കി, വലിയ കുത്തനെ ഒരു കുന്നാണ് ആ സ്ഥലം. ആ കുന്ന് പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പം ഒരു എന്താ പറയുക, മണ്ണ് ഇടിഞ്ഞു കിടക്കുന്നൊരു വഴിയാണ്. അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ടയേർഡായി. കോട്ടയത്ത് നിന്ന് നമ്മൾ ബൈക്കിനാണ് വന്നത്. കോട്ടയത്ത് നിന്ന് പത്തനംതിട്ട വരെ ബൈക്കേ വന്നിട്ട് നോട്ടീസ് കൊടുത്തിട്ട് ഒരു നിയോഗപ്രകാരം പോയതാണ്, കർത്താവ് ഇടപെട്ടിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ കയറി വരുന്ന വഴിക്ക് ഇപ്പോൾ പെട്ടെന്ന് താഴേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ പറഞ്ഞു, വേണ്ട നമുക്ക് തിരിച്ചു പോയേക്കാം. അപ്പോഴേക്കും ഒത്തിരി ടയേർഡായിപ്പോയി, ഒത്തിരി നടന്ന് അവിടെയുള്ള സകല വീടുകളും കയറി, ഒട്ടുമുക്കാലും വീടുകളിൽ കയറി നോട്ടീസ് കൊടുത്തുകൊണ്ട് ടയേർഡായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് തിരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയറി വരുന്ന വഴിക്ക് ഒരു വലതുവശത്ത് ഒരു വീട് കണ്ടു. ആ വീട്ടിൽ കയറിയിട്ട് അമ്മച്ചിക്ക് നോട്ടീസ് കൊടുത്തിട്ട് ചോദിച്ചു, അമ്മച്ചി ഇതുപോലെ യേശു ക്രിസ്തു രക്ഷിക്കും കേട്ടോ. അപ്പോൾ അമ്മച്ചിക്ക് വലിയ സന്തോഷം. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അമ്മച്ചി ഒരു വാക്കൊന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, സന്തോഷം. അമ്മച്ചി വിശ്വാസിയൊന്നുമല്ല, ക്രിസ്തു വിശ്വാസി പോലും അല്ല. ആ വീട്ടിൽ കയറി പ്രാർത്ഥിക്കുന്ന സമയത്ത് കൊച്ചും അമ്മച്ചി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു പ്രേരണയുണ്ടായി. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ ഞാനൊരു പേര് കർത്താവ് എന്നെ കാണിച്ചു. ആ വ്യക്തിയുടെ തകർന്ന അവസ്ഥകളെ യേശു തൊടുവാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചോദിച്ചു, അമ്മച്ചി ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി ചോദിച്ചു, അയ്യോ ആ വ്യക്തിയെ അറിയാവോ, അതെൻ്റെ മോനാ എന്ന് പറഞ്ഞു. ഒന്നാലോചിച്ച് നോക്കി, ഒരു പരിചയമില്ലാത്ത സ്ഥലം, ഒരു പരിചയമില്ലാത്ത ആളുകൾ, ഒരു പരിചയമില്ലാത്ത വീട്, യാദൃശ്ചികമായി അതിലെ പോയി ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തിയത് മോൻ. അപ്പനോട് ചോദിച്ചു, ബ്രദറെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അയ്യോ അതെൻ്റെ മോനാണ്, എൻ്റെ മോനെ അറിയാവോ? അപ്പം അവൻ്റെ പ്രശ്നം എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. ഉടനെ അമ്മച്ചി പറഞ്ഞു, ഈ കൊച്ചിൻ്റെ അമ്മ ഇവർ തമ്മിൽ ഡിവോഴ്സിൻ്റെ വക്കി നിൽക്കുവാണ്, അവർ വേറെ പിരിയാൻ വേണ്ടി പോവാണ്, വലിയ തകർന്ന അവസ്ഥയിലാണ്, സമാധാനമില്ലാതിരിക്കുകയാണ്, വിദേശത്താണ് ഈ മോൻ, ഞങ്ങൾ മോനെ കണ്ടിട്ടില്ല, അമ്മച്ചിക്ക് ഞങ്ങളെ അറിയത്തില്ല, ഞങ്ങൾ അതിലെ പോയപ്പോൾ കയറിയതാണ്, പക്ഷെ ആ കുടുംബത്തെ രക്ഷിക്കുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. കണ്ടോ? അപ്പം നമ്മളൊരു വീട്ടിൽ സുവിശേഷവുമായിട്ട് ചെല്ലുമ്പം നിങ്ങളെ ഒരു വ്യക്തി കൈക്കൊണ്ട് കഴിഞ്ഞാൽ, ഒരു വ്യക്തി നിങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ സ്വീകരിച്ച വ്യക്തിയുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു നിങ്ങളുടെ മേൽ ശക്തി പകർന്നതിൻ്റെ പേരാണ് ദൈവരാജ്യം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, അനേക ഭവനങ്ങളെ രക്ഷിക്കുവാൻ യേശു എൻ്റെ മേൽ അഭിഷേകം ചെയ്തിരിക്കുന്നു പറഞ്ഞേ.
അനേകം ഭവനങ്ങളിൽ യേശു അഭിഷേകം ചെയ്തിട്ടുണ്ട്. ആമേൻ. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയുന്നതിന്റെ കാരണം, നമ്മൾ ഒരു ഭവനത്തിൽ ചെന്നാൽ നിങ്ങൾ ചിന്തിക്കരുത് ബ്രദറെ ഞാൻ തന്നെ വലിയ പ്രശ്നത്തിന്റെ അകത്താണ് നിൽക്കുന്നത്, എനിക്ക് തന്നെ ഒരു സമാധാനമില്ലാതെ ഞാൻ കറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാതെ നിങ്ങൾ പോയി ദൈവരാജ്യം ഒന്ന് പറ. സഹോദരി, കർത്താവ് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തിന് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്ക്. അവരുടെ തകർന്ന അവസ്ഥയെ നോക്കിയിട്ട് യേശുവിന്റെ നാമത്തിൽ പറയണം ഒരത്ഭുതം, സമാധാനം എന്ന് പറയാനാണ് പറഞ്ഞത്. എന്താ സമാധാനം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോസ്തലന്മാര് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷം ഇവരെല്ലാവരും പേടിച്ച്, ഇവർ യേശു ഉയർത്തുന്നൊക്കെ അറിഞ്ഞു, ഇവർ പേടിച്ചൊരു മുറിക്കകത്തിരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു അടച്ചിട്ട മുറിയിൽ തുറക്കാതെ ഇവരുടെ ഇടയിലോട്ട് കയറി വന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അതായത് ഇവരുടെ ചിന്തയിൽ ഇവരെ കൊല്ലാൻ നിൽക്കുന്ന റോമൻ പടയാളികൾ, ഇവരെ തകർക്കാൻ നിൽക്കുന്ന യഹൂദ ശക്തികൾ, പുറത്ത് പിശാച് എല്ലാം നിൽക്കുമ്പോൾ യേശു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, എത്ര ഭയങ്കര വിഷയമാണെങ്കിലും, എത്ര തകർന്ന വിഷയമാണെങ്കിലും യേശുവിന് ഒറ്റ വാക്കേ ഉള്ളൂ, ആ വിഷയത്തിന്റെ മേൽ നിങ്ങളെ സ്വസ്ഥതയുള്ളവരാക്കി നിർത്തും. ആമേൻ. അപ്പൊ ഏത് വീട്ടിൽ ചെന്നാലും പറയണം ഇവിടെ സമാധാനം വന്നിരിക്കുന്നു കേട്ടോ. എന്നിട്ട് എന്ത് പറയണം? ദൈവരാജ്യത്തിലെ സാധ്യതകളെ പറഞ്ഞു കൊടുക്കണം. ആമേൻ. ദൈവരാജ്യത്തിന്റെ സാധ്യതകളാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നിങ്ങളുടെ ഭവനത്തിൽ, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവരാജ്യത്തിൽ നിന്നാണ് ഇത് വരുന്നത്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, എന്റെ സകല വിഷയത്തിന്റെ മറുപടി വരും ദൈവരാജ്യത്തിൽ നിന്നാന്ന് പറ. എന്റെ ദൈവരാജ്യത്തിൽ. ആമേൻ. അപ്പൊ എന്താണ് ഈ ദൈവരാജ്യം എന്ന് നമ്മൾക്കൊന്നു കേൾക്കാം. എന്നിട്ട് ഞാൻ അതിന്റെ അകത്ത് ഒരു കാര്യം ഇന്ന് തൊടാൻ വേണ്ടി പോവാണ്. ഇവിടെ പറയുവാണ്, ഏത് പട്ടണത്തിൽ ചെന്നാൽ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഭക്ഷിപ്പിൻ, അതിലെ രോഗിയെ സൗഖ്യമാക്കി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവിൻ. നോക്കിക്കേ, ഇവിടെ പറയുകയാണ് ഏത് പട്ടണത്തിൽ ചെന്നാലും നിങ്ങൾ അവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഭക്ഷിപ്പിൻ. അപ്പൊ എന്തിനാണ് നിങ്ങൾ എപ്പോ നോക്കിയാലും കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയണം വല്ലോ വീട്ടിലും പോയി കഴിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പരിചയമില്ലാത്തൊരു വീട്ടിൽ പോയി ആഹാരം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും ആഗ്രഹമുള്ളവരുണ്ടോ? നമുക്ക് ആർക്കും ആഗ്രഹമില്ല, അല്ലേ? നമുക്ക് ആർക്കും ആഗ്രഹമില്ല. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി ആഹാരം കഴിക്കരുതെന്നാണ് നമ്മുടെ ആഗ്രഹം, അല്ലെ? കൈ നീട്ടി കഴിക്കരുത്. പക്ഷെ ഇവിടെ കർത്താവ് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയാണ് ശിഷ്യന്മാരോട്, നിങ്ങൾ ഏത് പട്ടണത്തിൽ ചെന്നാലും നിങ്ങളുടെ മുമ്പിൽ, അതായത് ഒരു സമാധാനം എന്ന് പറയും നിങ്ങളെ കൈക്കൊള്ളുന്ന വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു വ്യക്തി ആഹാരം തരുമ്പോൾ, ആ വേലക്കാരൻ ആഹാരം കഴിക്കുമ്പോൾ അവൻ യേശുവിന് കൊടുക്കുകയാണ്. എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഈ വാക്യത്തിന്റെ ആദ്യം നോക്കി, അനന്തരം കർത്താവ് 70 പേരെ നിയമിച്ച് ഞാൻ തെല്ലുവാനിരിക്കുന്ന ഓരോ പട്ടണത്തിലേക്ക് ചെല്ലുവിൻ, അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. നോക്കിക്കേ, താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും തനിക്ക് മുമ്പായി അയച്ചു. അപ്പൊ യേശു ക്രിസ്തു പോകേണ്ട ഇടത്തേക്ക് കർത്താവ് അയക്കുക. അപ്പം യഥാർത്ഥത്തിൽ കർത്താവ് ഒരു ഭവനത്തിൽ വരുന്നത് പോലെ തന്നെയാണ് ഒരു കർത്താവിന്റെ വേലക്കാരൻ സുവിശേഷവുമായിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു ആഹാരം കൊടുത്ത്, അതുകൊണ്ടാണ് കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് കുടിക്കുവാൻ വെള്ളം കൊടുക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ആ വാക്യം ഒന്ന് പെട്ടെന്ന് കാണിച്ച്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് കുടിക്കുവാൻ വെള്ളം കൊടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടായിത്തീരും, വലിയ അനുഗ്രഹത്തിന് വഴിയുണ്ടായിത്തീരും. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അപ്പൊ ഇവിടെ വചനം പറയുന്നു, നിങ്ങൾ ഈ വാക്യം നോക്കി, എന്നിട്ട് ഈ വാക്യം വന്ന് നിങ്ങൾ അവിടെ അതിലെ രോഗികളെ സൗഖ്യം, നിങ്ങൾ ബൈബിളിൽ കാണാൻ പറ്റും. യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഇതാണ്. ഇവിടെ ഒന്ന് വായിക്കാൻ പറ്റും. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ സൗഖ്യമാക്കാനാണോ യേശു പറഞ്ഞിരിക്കുന്നത്? സൗഖ്യമാക്കാനാണ് പറഞ്ഞത്. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ സൗഖ്യമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സൗഖ്യം, ഒരു വ്യക്തി, യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും ആ വീട്ടിൽ ചെന്നിട്ട് ആ രോഗിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആ രോഗിയെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഭക്ഷിച്ചതിന് ശേഷം ആ രോഗിയെ നിങ്ങൾ സൗഖ്യമാക്കുവിൻ എന്ന് പറയണം. അപ്പം എന്താണ് സൗഖ്യം?
എന്താണ് സൗഖ്യമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷയത്തിന്റെ മേൽ ദൈവത്താലുള്ള ആ ഒരു അനുഗ്രഹം എന്താന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാകുവാൻ ഇടയായിത്തീരും. കർത്താവിന്റെ ഇവിടെ വചനം പറയുകയാണ്, ഈ നിങ്ങൾ ഹീലിംഗ് എന്നുള്ള വാക്കിൽ കൊടുത്തേക്കുന്ന വാക്ക് ഇതാണ്, റീസ്റ്റോർ ടു ഹെൽത്ത്. അതിന്റെ അർത്ഥം ആരോഗ്യത്തിലേക്ക് അവരെ കൊണ്ടുവരിക. റീസ്റ്റോർ ടു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതായത് രോഗം എന്ന് പറഞ്ഞാൽ ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ സൗഖ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരുന്നതാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ആരോഗ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ് യേശുവിൻ്റെ സൗഖ്യം എന്ന് പറ. ആരോഗ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ് ഇനി എന്താണ് ഈ രോഗസൗഖ്യത്തിന് ഇത്രയും പ്രാധാന്യം? ശ്രദ്ധിച്ചോണം, രോഗസൗഖ്യത്തിന് ബൈബിളിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് രോഗിയാകാൻ വേണ്ടിയല്ല. ഈ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരോഗ്യമുള്ള ശരീരം. എൻ്റെ ശരീരത്തെ ദൈവം നിർമ്മിച്ചത് ആരോഗ്യമുള്ള ശരീരമായിട്ടാണ്. പക്ഷെ ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ പാപനിമിത്തം എൻ്റെ ശരീരത്തിലെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. ആരോഗ്യത്തെ തിരിച്ചു തരുന്നതാണ് സൗഖ്യം. ഒന്നുകൂടെ ഞാൻ പറയാം, രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ആരോഗ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കിഡ്നി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. സൗഖ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിലേക്ക് നിങ്ങളെ മടങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് ഡിവൈൻ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് പരിചിതമായ വാക്യത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് പോകാവേ. യെശയ്യാവ് 53 പറയുന്നു, സാക്ഷാൽ യേശു നമ്മുടെ രോഗത്തെ വഹിച്ചു. നോക്കിക്കേ, സാക്ഷാൽ യേശു നമ്മുടെ രോഗത്തെ വഹിച്ചു. ആ വാക്ക് മറക്കല്ലേ. എൻ്റെ കൂടെ ഇന്ന് നിങ്ങൾ എല്ലാവരും കാണുന്നവർ ആ വാക്യം ഒന്ന് ശരിക്കും ഒന്ന് വായിച്ചേ. സാക്ഷാൽ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ കൊടുത്തേക്കുന്ന ഒരു വാക്കാണ്. ഞാനത് വാക്കൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാവേ. ആൻഡ് ഹി ക്യാരീഡ് അവർ സോറോസ്. നോക്കിയേ, ഹി ക്യാരീഡ് അവർ സോറോ എന്ന് പറഞ്ഞാൽ ക്യാരീഡ് എന്നുള്ള വാക്കിന് കൊടുത്തേക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. അതായത് ഒരു കൂലിക്കാരൻ വന്ന് ഒരു ലേബർ ഒരു വേലക്കാരൻ വന്നിട്ട് ലോഡ് എടുക്കുന്നത് പോലെ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ചുമട്ട് തൊഴിലാളികളുണ്ടല്ലേ. ആ ചുമട്ട് തൊഴിലാളികൾ ചുമടെടുക്കുന്നത് പോലെ, അതായത് മറ്റൊരാളുടെ ചുമട്. നമുക്കറിയാം, ചുമട്ട് തൊഴിലാളിക്കാർ എടുക്കുന്ന അവരുടെ സ്വന്തം ചുമടാണോ അവർ ചുമക്കുന്നത്, അതോ നിങ്ങളുടെ ചുമടാണോ അവരെടുക്കുന്നത്? അവരുടെ സ്വന്തം ചുമട് എടുക്കുന്നത് ചുമട്ട് തൊഴിലാളികൾ അല്ല, മറ്റുള്ളവരുടെ. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന ആ ഒരു പദം ഇങ്ങനെയാണ്. ആ ഒരു വാക്കിന് കൊടുത്തേക്കുന്ന പദമാണ് ക്യാരീഡ് അവർ സോറോസ് കൊടുത്തേക്കുന്നതിനകത്ത് ക്യാരീഡ് എന്നുള്ള പദത്തിന് കൊടുത്തേക്കുന്ന മീനിങ് ഒരു ലേബറായിട്ട്, ഒരു ജോലിക്കാരൻ വന്നിട്ട് മറ്റൊരാളുടെ ലഗേജ് എടുക്കുന്നത് പോലെ യേശു വന്നിട്ട് നിങ്ങളുടെ സകല രോഗത്തെയും എടുത്തു. എന്തിനാണെന്നറിയാവോ? ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ആരോഗ്യമുള്ള ശരീരത്തിലാണ്. നിങ്ങൾക്ക് പാപനിമിത്തം നിങ്ങളുടെ ശരീരത്തിൽ ലോഡ് കണക്കിന് എന്തു സംഭവിച്ചു? നിങ്ങളുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്ന രോഗങ്ങൾ കയറിയെങ്കിൽ ആ രോഗത്തെ മുഴുവൻ ഒരു ലോഡ് എടുക്കുന്നത് പോലെ, ഒരു ലേബർ വന്ന്, ഒരു ജോലിക്കാരൻ വന്ന് എടുക്കുന്നത് പോലെ യേശു അതെടുത്തു. എന്നിട്ട് ഇത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയണം, ഇതാണ് ദൈവരാജ്യം, ഇത് നിങ്ങൾ പോയി പ്രസംഗിക്കണം. യേശു വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ രോഗങ്ങളെ ചുമക്കാൻ വേണ്ടി. ഇതാണ് യഥാർത്ഥത്തിൽ രോഗസൗഖ്യത്തിന്റെ മർമ്മം. യേശു നിങ്ങളുടെ രോഗത്തെ ചുമക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ, ലൂക്കോസ് ലീഹായിൽ ഇത് പറയുന്ന സമയത്ത് യേശു ക്രിസ്തു മുറിവേറ്റിട്ടില്ല. പക്ഷേ യേശു ഇത് വഹിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് ദൈവരാജ്യത്തെ പോയി പ്രസംഗിപ്പിച്ചിട്ട് തന്നെ രോഗികൾ സൗഖ്യമായെങ്കിൽ, ഇപ്പോൾ യേശു ക്രൂശിൽ നമ്മുടെ രോഗത്തെ മുഴുവൻ വഹിച്ചുവെങ്കിൽ എത്ര അധികം നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ആരോഗ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ് സൗഖ്യം. അപ്പൊ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ മേൽ ലോഡ് കണക്കിന് രോഗങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ പറയണം, എൻ്റെ സകല രോഗത്തിന്റെ ലോഡിനെയും യേശു എടുത്തു. ഇതാണ് ദൈവരാജ്യം. അപ്പോൾ നിങ്ങളൊരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങളോട് തന്നെ പറയണം ആദ്യം, എൻ്റെ മുഴുവൻ രോഗത്തെയും യേശു എടുത്തു. എൻ്റെ മുഴുവൻ രോഗത്തെ യേശു എടുത്തു. എൻ്റെ ശരീരത്തിൽ ആരോഗ്യം ദൈവം എന്നെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. വന്നപ്പം
പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റിന്റെ അകത്ത് അത് വളർന്നില്ല. എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് വന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു. ഞാനത് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും പക്ഷെ അത് വളർന്നില്ല. എല്ലാ ദിവസവും ഞാനതിന് വെള്ളം ഒഴിക്കുമായിരുന്നു, പക്ഷെ അത് വളർന്നില്ല. കാര്യം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ആ ചെടി വളരാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് നോക്കിയ സമയത്ത്, ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത്, ധ്യാനിക്കുന്ന സമയത്ത് അതിങ്ങനെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നത് കാണാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് സങ്കടം വന്നുപോയി. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വെള്ളം ഒഴിച്ചിട്ടും കാലാവസ്ഥയുടെ കുഴപ്പമാണ്, അത് വളർന്നില്ല. ഇവിടുത്തെ കാലാവസ്ഥയിൽ അത് വളർന്നില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, നിങ്ങളെ ദൈവം സൃഷ്ടിച്ചത് ആരോഗ്യമുള്ളവരായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് രോഗം വരുമ്പം യേശുവിന് സങ്കടമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ രോഗത്തെ യേശു വഹിച്ചു. എന്നിട്ട് പറയുകയാണ്, ലൂക്കോസിൽ പറയുകയാണ്, നിങ്ങൾ പോയി ദൈവരാജ്യം നോക്കിക്കേ, ദൈവരാജ്യം പ്രസംഗിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ. രോഗത്തെ സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ, രോഗം മാറിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ യേശു ക്രിസ്തു മരിച്ചത് വെറുതെ അല്ലേ സഹോദരങ്ങളെ? പറ. നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതം നടന്നേ പറ്റത്തുള്ളൂ, നിങ്ങളുടെ രോഗം മാറിയേ പറ്റത്തുള്ളൂ. ഉടനെ നമ്മൾ പറയത്തില്ലേ, ബ്രദറെ രോഗം മാറിയില്ലേല്ലോ, നമ്മൾ കർത്താൻ വിളിക്കത്തില്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട, അതൊന്നും പറയാം, അതൊന്നും എനിക്ക് കേൾക്കണം. എന്നോട് പറ, അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. യേശു എനിക്ക് വേണ്ടി ഒരു ലേബറെ പോലെ കർത്താവ് അത് ചുമന്നതാ, എനിക്കത് കേട്ടാൽ മതി. പറ. എനിക്കതൊന്നും കേൾക്കണ്ട. എനിക്ക് കേൾക്കണ്ട. യേശു എനിക്ക് എനിക്ക് പോലെ ലേബറെ പോലെ ചുമന്ന എനിക്കത് കേട്ടാൽ മതി. കണ്ടോ? അപ്പൊ ഇങ്ങനെ വേണം ദൈവരാജ്യത്തെ നിങ്ങൾ കാണാൻ. ദൈവരാജ്യത്തിലേക്ക് വരുന്നൊരു വ്യക്തി, ഞാനൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവ് എന്നെ സൗഖ്യമാക്കിയാൽ മതിയായിരുന്നു എൻ്റെ യേശുവേ എന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഒന്നും പറയണം, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാ യേശു ചുമട്ട് തൊഴിലാളി ആയത്. അങ്ങനെ പറയുന്നോട് ക്ഷമിക്കണം കേട്ടോ. യേശു അങ്ങനെ ഒരു വാക്ക് കൊടുത്തേക്ക്, ഒരു ചുമട്ട് തൊഴിലാളി എങ്ങനെയാണോ ചുമടെടുക്കുന്നത്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കപ്പെടരുത്. ഒരു ചുമടെടുക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണോ, അവിടെ ആ വാക്ക് നിങ്ങളൊന്നുകൂടെ ഞാൻ വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ആൻഡ് ക്യാരിഡ് അവർ സോറോസ്, ക്യാരിഡ് അവർ സോറോസ്. യേശു നമ്മുടെ സകല രോഗത്തെയും യേശു അത് വഹിച്ചു. ക്യാരിഡ് അവർ സോറോസ്, യേശു അതൊരു വഹിച്ചു. യേശുവിന് അത് ആവശ്യമൊന്നുമില്ല. എൻ്റെ ലോഡാണ്, എൻ്റെ രോഗമാണ് യേശു വഹിച്ചത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒത്തിരി ആളുകളുണ്ടല്ലേ, നമ്മൾ അവിടെ കൊണ്ടുവന്ന് ലഗേജ് ഇറക്കുമ്പോൾ നമുക്ക് നടുവൊടി, ശരി, അത് ചുമക്കുന്നവൻ്റെ നടുവൊടിയും ആണോ അല്ലയോ? നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ചുമട്ട് തൊഴിലാളികൾ അത് ചുമക്കുമ്പോൾ അവർക്ക് നടുവുണ്ട്. നിങ്ങളുടെ അത്ര തന്നെ നടുവല്ലേ അവർക്കും ഉള്ളൂ. നിങ്ങളെപ്പോലെ അവരും മനുഷ്യരല്ലേ, നിങ്ങളെപ്പോലെ തന്നെ ചോരയും നീരുമുള്ള മനുഷ്യരല്ലേ അത്. പക്ഷെ അവരുടെ തലയിലേക്ക് നമ്മൾ ചുമടെടുത്ത് വെക്കുമല്ലേ. അവർ നമ്മുടെ ഒപ്പം നടന്നു വന്ന്, നമ്മൾ കാറിലാണോ ലോറിയിലാണോ ബസ്സിലാണോ എന്തിലായിക്കോട്ടെ, നമ്മുടെ ഒപ്പം നടന്നു വന്നിട്ട് അവരാ ലോഡ് എടുത്ത് നിങ്ങളുടെ കാറിലോട്ട് എടുത്തു വെക്കും. നമ്മളവർക്ക് കൂലി കൊടുക്കും അല്ലേ. പക്ഷെ യേശുവിന് കൂലി വേണ്ട. യേശുവിൻ്റെ ആഗ്രഹം നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണം. അതിൽ കുറഞ്ഞ ഒരു പരിപാടി പിടിക്കരുത് കേട്ടോ, അതിൽ കുറഞ്ഞ ഒരു പരിപാടിയും ചിന്തിക്കരുത്. യേശുവിന് എൻ്റെ കാശ് ആവശ്യമില്ല, യേശുവിന് എൻ്റെ കൂലി ആവശ്യമില്ല. യേശുവിന് ഇഷ്ടം ഞാൻ ആരോഗ്യത്തോടെ ഇരുന്നു കർത്താവിനെ ആരാധിക്കുന്നതാണ് യേശുവിന് ഇഷ്ടം. അപ്പൊ നിങ്ങൾ അതിൽ വാശി വെക്കണം. ഇതാണ് കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യത്തെ പ്രസംഗിക്ക് പോയ അവിടെ. അപ്പൊ എന്താ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൽ കയറുക എന്നുള്ളത് മാത്രമല്ല, പകരം നിങ്ങളുടെ രോഗങ്ങളെ യേശു ചുമന്നു. ഇതവിടെ പോയി പറയണം. എന്നിട്ട് രോഗികളുടെ മേൽ കൈവച്ചിട്ട് പറയണം, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗത്തോട് കൽപ്പിക്കുന്നു. ഈ രോഗിയായിരിക്കുന്ന സകല വ്യക്തി രോഗത്തിന്റെ ലോഡിനെ യേശു ക്യാരി ചെയ്തതാണ്. യേശു ക്യാരി ചെയ്തത്, ഈ ക്യാരിഡ് അവർ സോറോസ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയോട് പറ, നീ ഇപ്പൊ സൗഖ്യമാകുക എന്ന് പറ. നീ ഇപ്പൊ വിശ്വസിക്ക്, ഇപ്പൊ നിന്റെ മേൽ സൗഖ്യം നടക്കാൻ വേണ്ടി പോവാ. കാരണം നീ തിരിച്ചറിഞ്ഞോ, യേശു നിന്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. ഈ തിരിച്ചറിവിലൊന്ന് കൈവെക്ക്. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ്, ഏതെങ്കിലുമൊക്കെ ബ്രദർ വന്ന് കൈവെക്കാൻ കാത്തിരിക്കാതെ ചാടിക്കേറി കൈ അങ്ങോട്ട് വെച്ചിട്ട് പറ, എൻ്റെ രോഗത്തെ യേശു ചുമന്നതാന്ന് പറ. എൻ്റെ ആരോഗ്യത്തെ, ഞാൻ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നതാണ് എൻ്റെ യേശുവിന് ഇഷ്ടം. അതുകൊണ്ട് കർത്താവ് കൂലി മേടിച്ചില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാണേ. നമ്മൾ ലോഡുമായിട്ട് വരുന്ന ആ ഒരു എന്താ പറയുന്നത്, തൊഴിലാളിക്ക് നമ്മൾ ലോഡ് കൊണ്ടുവന്ന് കാറെ വെച്ച് കഴിയുമ്പോഴേക്കും പേഴ്സിൻ്റെ അകത്ത് നിന്ന് എത്ര രൂപയാണെന്ന് പറയുമ്പോഴേക്കും അയാൾ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിട്ട് നടുവൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് അദ്ദേഹം പറയാം, ഇത്ര രൂപയായി തായിങ്ങെന്ന് പറയും. നമ്മളെ പൈസ കൊടുക്കുന്നു, പുള്ളി അങ്ങോട്ട് പോകുന്നു. പക്ഷേ യേശുവിന് നിങ്ങളുടെ കാശ് വേണ്ട കേട്ടോ.
കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചത് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കാനാ. എൻ്റെ സന്തോഷമാണ് യേശുവിൻ്റെ സന്തോഷം, എൻ്റെ സന്തോഷമാണ് യേശുവിൻ്റെ സന്തോഷം. ഇത് തിരിച്ചറിഞ്ഞ് ഓരോ ഭവനത്തിലും ഒന്ന് തീരുമാനം. ഞാൻ അനേക രോഗികളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമെന്ന് തീരുമാനം എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ തീരുമാനം എടുത്തുകൊണ്ട് ഇന്നു മുതൽ തയ്യാറായിക്കോ. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് അവരുടെ ഉള്ളത്തിലിരിക്കുന്ന കൃപാവരം ഒന്ന് ജ്വലിക്കട്ടെ. ഇപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ സൗഖ്യങ്ങൾ കാണുന്ന രീതിയിൽ, അത് ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, കിടപ്പ് രോഗി ആയിക്കോട്ടെ, മുടന്തനായിക്കോട്ടെ, കേൾവിയില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ, ഊമനായിക്കോട്ടെ, കാഴ്ചയില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ, മരണത്തോട് മല്ലടിക്കുന്ന വ്യക്തിയായിക്കോട്ടെ, മരിച്ചവനായിക്കോട്ടെ, ഏത് വ്യക്തിയോടും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ യേശുവേ അങ്ങയുടെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ. അവർ ഉള്ളത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞു, തിമോത്തിയോസേ, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്റെ അകത്തിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തീ കത്തുന്നത് പോലെ കത്തട്ടെ. ആ രോഗസൗഖ്യത്തിന്റെ ശക്തി അവരിൽ നിറയട്ടെ. രോഗികളുടെ മേൽ കൈവെക്കുവാനും അവരെ സൗഖ്യമാക്കുവാനും അവരുടെ അത്ഭുതം കാണുവാനും ഇന്നു മുതൽ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേലേക്ക് ഞങ്ങളെ പകർച്ചയെ അയക്കുന്ന കർത്താവ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ, അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഇപ്പോൾ തന്നെ ഇവരെ ഇമ്പാർട്ട് ചെയ്തു കൊടുക്കുന്ന കർത്താവ്, അഭിഷേകത്തിന്റെ ശക്തി, രോഗസൗഖ്യത്തിന്റെ ശക്തി, കണ്ണിൽ ഞെട്ടുന്ന രീതിയിൽ കിടപ്പ് രോഗികൾ എണീറ്റ് വന്ന് തുള്ളട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ക്യാൻസറുകൾ ഇവരുടെ മുമ്പിൽ തകർന്നു പോകട്ടെ. രോഗശക്തികൾ ഇവരുടെ മുമ്പിൽ കീഴ്പ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗാത്മാക്കൾ ഇവരുടെ മുമ്പിൽ കീഴ്പ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജോലി സ്ഥലങ്ങൾ, യേശുവിന്റെ നാമത്തിൽ അവർ പോകുന്ന കല്യാണ വീടായിക്കോട്ടെ, മരണ വീടായിക്കോട്ടെ, അവരുടെ ഏത് സ്ഥലമായിക്കോട്ടെ, ഷോപ്പിംഗ് മോളുകളായിക്കോട്ടെ, ബസ് സ്റ്റോപ്പുകളായിക്കോട്ടെ, യാത്ര ചെയ്യുന്ന വാഹനങ്ങളായിക്കോട്ടെ, ജോലി സ്ഥലങ്ങളിൽ, സ്കൂളുകളിലോ കോളേജുകളിലോ എവിടെ ആയിക്കോട്ടെ, രോഗികളെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ആമേൻ. വലിയൊരു പകർച്ച നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്, എങ്കിലും ഇന്നത് എൻ്റെ ഉള്ളത്തിൽ വരികയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകണം. ഇന്നു മുതൽ അനേകർക്ക് വേണ്ടി ഒരാളൊരു തുമ്മലാന്ന് പറഞ്ഞാൽ പോലും, അയ്യോ എനിക്ക് ഭയങ്കര തുമ്മലാന്ന് പറയുമ്പോൾ ഒരു സിട്രിക്സൺ പൊട്ടിച്ചെടുത്ത് കൊടുക്കാതെ, എനിക്ക് തലവേദനയാണ് കേട്ടോ, എന്നാൽ പാരസെറ്റമോൾ നിങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് കൊടുക്കാതെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു കൈവേദനയൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് അത് ഉണ്ട്. ആരോഗ്യത്തെ കൊടുക്കുവാൻ ശക്തിയുള്ളവരാ നിങ്ങൾ. ആ ഷുഗറും പ്രഷറും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ കൊടുക്കുന്ന സമയത്തൊന്ന് കൈവച്ചിട്ട് പറ, ജീവിതകാലം മുഴുവനും ഇനി മേലാൽ എൻ്റെ ശരീരത്തിൽ ഷുഗറിനോ പ്രഷറിനോ ചലിക്കാത്ത രീതി ഞാൻ അതിനെ ബന്ധിക്കുന്നു. എനിക്ക് ആരോഗ്യം യേശു തന്നിരിക്കുന്നു. എൻ്റെ ഷുഗറും പ്രഷറും യേശു ചുമന്നെടുത്ത് മാറ്റിയതാ. പറയണം, കാണുന്നത് വരെ പറയണം, കാണുന്നത് വരെ പറയണം. വീണ്ടും ഞാൻ പറഞ്ഞത് കാണുന്നത് വരെ പറയണം. യേശുവിന്റെ നാമത്തിൽ കാശ് കൊടുത്ത് മരുന്ന് മേടിച്ച് പാഴ്ചെലവ് ഉണ്ടാക്കാനല്ല യേശു വിളിച്ചിരിക്കുന്നത്. അത് അനുഭവിക്കും. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വന്നിരിക്കുന്നു, നന്മ വന്നിരിക്കുന്നു. തിരിച്ചറിഞ്ഞ് ഇതാണ് ദൈവരാജ്യത്തിന്റെ സാധ്യതകൾ. ഇത് തിരിച്ചറിഞ്ഞ് പലരും ഞാൻ അതുകൊണ്ടാണ് പല പ്രസംഗങ്ങളും നിങ്ങളെ തലയ്ക്കകത്തോട്ട് നിങ്ങൾ പ്രവേശിക്കുവാൻ അനുവദിക്കരുത് കേട്ടോ. പ്രസംഗത്തെ ഞാൻ വിധിക്കുകയോ കുറ്റപ്പെടുത്തുവല്ല. നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിനുള്ള വ്യാഖ്യാനങ്ങളെ കേൾക്കാവുള്ളൂ. നിങ്ങൾ അനാവശ്യമായിട്ടൊന്നും തലയ്ക്കകത്തോട്ട് കേട്ടരുതേ. പ്രാർത്ഥിച്ചു മടുത്ത ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയും, പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല സഹോദരി, എന്നാ ചെയ്യാനാ, കർത്താവിന്റെ നാമത്തിൽ ചിലപ്പോൾ നമ്മൾ ഈ രോഗിയായിട്ടിരിക്കുന്നതായിരിക്കും യേശുവിന്റെ ഇഷ്ടം. ഒരിക്കലും അല്ല പ്രിയരെ. അങ്ങനെയാണ് യേശുവിന്റെ ഇഷ്ടമെങ്കിൽ കർത്താവ് നേരെ ഒരു അറ്റാക്ക് വന്ന് മരിച്ചാൽ പോരായിരുന്നു. കർത്താവിന് വേണമെങ്കിൽ എത്രയോ സൈലന്റ് അറ്റാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ലോകത്തിൽ. വേദന അറിയാതെ എത്രയോ പേര് മരിക്കുന്നുണ്ട്. യേശു മൃഗീയമായിട്ടാണ് മരണപ്പെട്ടത്. റോമൻ പടയാളി അവന്റെ സകല ആരോഗ്യം എടുത്ത്, നമുക്കറിയാം, എല്ലും കഷ്ടങ്ങളും ഇരുമ്പ് കഷ്ടങ്ങളും ചേർത്ത് വെച്ച ചാട്ടവാർ കൊണ്ട് യേശുവിന്റെ കൈകൾ ബന്ധിച്ച് മാറി മാറി യേശുവിനെ അർത്ഥനഗ്നനാക്കിയിട്ട് അവരുടെ ദേഷ്യം തീരുന്നത് വരെ ഒന്ന് കുറയെ 39 അടി യേശുവിന്റെ ശരീരത്തിൽ അടിച്ചു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് യേശു വിരൂപനായി തീർന്നത് പ്രിയരെ നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കാൻ വേണ്ടിയാ. കോംപ്രമൈസ് ചെയ്യരുതേ.
2 ദിവസം പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മാറ്റമില്ല ബ്രദറെ, 10 ദിവസം പ്രാർത്ഥിച്ചിട്ട് ബ്രദറെ എനിക്കൊരു മാറ്റമില്ല ബ്രദറെ, 1 മാസം പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മാറ്റമില്ല ബ്രദറെ എന്ന് പറഞ്ഞ് നിൽക്കാതെ അതൊന്ന് ധ്യാനിച്ച് ആ റോമൻ പടയാളികളുടെ മുമ്പിലും തെരുവിൽ നിൽക്കുന്ന സകല ജനവും യേശുവിനെ ബൈബിളിൽ പറഞ്ഞ് തുപ്പുകയും കർത്താവിന്റെ രോമങ്ങൾ അവർ ഒരു നാണയത്തുട്ടുകൊണ്ട് കർത്താവിന്റെ രോമങ്ങൾ അവർ പിഴുതെടുത്തപ്പോഴും മുഷ്ടി ചുരുട്ടി യേശുവിനിട്ട് അടി കൊടുത്തപ്പോഴും മുൾക്കിരീടം തലയിൽ അടിച്ചമർത്തിയപ്പോഴും ഈ വേദന മൊത്തം കർത്താവ് കടിച്ചമർത്തിയത് ബൈബിൾ പറയുന്നൊരു വാക്കിന് വേണ്ടിയാണ്. ഈ ക്യാരിഡ് അവർ സോറോസ്. അവൻ എൻ്റെ മുഴുവൻ രോഗത്തെയും സകല ബലഹീനതകളെയും സകല ശൂന്യതകളെയും യേശു എനിക്ക് വേണ്ടി ചുമക്കുകയായിരുന്നു. ഒരു കൂലിക്കാരൻ തന്റെ ലഗേജ് ചുമക്കുമ്പോൾ അവന്റെ നടുവിന് വേദനയുണ്ട്. അവനത് സഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അത് ചുമക്കുന്നത് പോലെ യേശു നിങ്ങൾക്ക് വേണ്ടി ചുമന്നതാണ്. അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. സൗഖ്യം നാടനേ പറ്റത്തുള്ളൂ. യേശു ഈ ദിവസങ്ങളിൽ നിങ്ങൾ പെരയ്ക്കകം വിട്ട് പുറത്തു പോയിട്ട് അനേകരോട് പറയണം, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും. അവന്റെ ജീവിതത്തിൽ അത് കാണുന്നത് വരെ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ പ്രിയരെ. അവന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തോട് കൽപ്പിക്ക്, യേശു ഇത് വഹിച്ചതാന്ന് പറ, യേശു ഇത് വഹിച്ചതെന്ന് പറ, യേശു ഇത് വഹിച്ചതെന്ന് പറയണം. ഇത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി നിങ്ങളിൽ നിറഞ്ഞിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നന്ദി പറയാം. എൻ്റെ കൂടെ നന്ദി പറഞ്ഞു. യേശുവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഭവനത്തിൻ്റെ എൻട്രൻസ്, കയറി വരുന്ന എൻട്രൻസ് ഇങ്ങനെ ആർച്ച് പോലെ വളച്ചു വെച്ചിരിക്കുന്ന ഒരു ആർച്ച് ഞാൻ കാണുവാണ്. ഞാൻ ആ ഭവനത്തിലോട്ട് കയറി വരുമ്പം 2 പെൺകുട്ടികളുള്ള ഒരു ഭവനമാണ്. അതിൻ്റെ മുൻവശം ഇങ്ങനെ ആർച്ച് പോലെ പണിതിരിക്കുന്ന ഒരു വീടാണ്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ 2 പെൺകുട്ടികളെ ഞാൻ ആ ഭവനത്തിൽ കാണുന്നു. ആ പെൺകുട്ടികളുടെ പിതാവിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു സ്പർശനത്തെ ദൈവം ചെയ്യുന്നതായിട്ട് കർത്താവിനോട് പറയുന്നു. ആ ഭവനത്തിൽ തന്നെ ആ TV ഇരിക്കുന്നതിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് മരിച്ചുപോയൊരു പിതാവിൻ്റെ ഫോട്ടോ ഉള്ളൊരു വീടാണ് ഞാൻ കാണുന്നത്. ഇന്ന് ആ കുടുംബത്തെ കർത്താവ് തൊടുന്നതായിട്ട് എന്നോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനം ഇപ്പോൾ തന്നെ സൂമിലോ ലൈവിലോ എന്നെ കാണുന്നവരെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. നിങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമായി കർത്താവ് മാറ്റാൻ വേണ്ടി പോവാം. അത്ഭുതമായി സ്വർഗം അത് മാറ്റാൻ വേണ്ടി പോവാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആ ഭവനം എവിടെ ഇരുന്നുകൊണ്ടായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ഇറങ്ങി വരുന്നല്ലോ. യേശുവിൻ്റെ അത്ഭുതം. സിസ്റ്ററുടെ വീടാണത്. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് ഭവനത്തെ തൊടുവാണ്. ആ മനുഷ്യന്റെ മേൽ കർത്താവ് ഒരു വാക്ക് പറയണം, അനർത്ഥം കയറാതെ വണ്ണം വലിയൊരു ദുഃഖവാർത്ത കേൾപ്പിക്കുമെന്ന് ദുഷ്ടൻ അത് കടന്ന് പറയുന്നുവെങ്കിൽ യേശു ഇന്ന് അതിനെ സന്തോഷ വാർത്തയാക്കാൻ വേണ്ടി പോവാണ്. ഒരനർത്ഥവും വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കുകയില്ല എന്നൊരു വചനം പറയുന്നു. മരണം മാറി ജീവൻ വെളിപ്പെടുന്ന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ നന്ദി. സിസ്റ്റർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ നന്മ തുറക്കട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, പ്രതികൂലങ്ങൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ ഇന്ന് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിൽ നിന്നുള്ള നന്മ തുറക്കട്ടെ. എൻ്റെ കൂടെ പറഞ്ഞാൽ വായ്പ മേടിക്കത്തില്ലെന്ന് പറ. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും, എൻ്റെ പുറകെ വരും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ശരീരത്തിൻ്റെ മേലേക്ക് ആരോഗ്യം വരുവട്ടെ. രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്നത് പോലെ അതിപ്പോൾ തന്നെ പറഞ്ഞു മാറുകയാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവേ, ആ വേദനയുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തിൻ്റെ മേൽ പുറത്താക്കുന്നു. ആ വേദനകളെ സൗഖ്യമാക്കുന്നു, ആ രോഗത്തെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അതിൻ്റെ മേൽ ജയത്തെ കൽപ്പിക്കുന്നപ്പ. Thank you, Jesus Christ. In the name of Jesus Christ. In the name of Jesus Christ. In the name of Jesus Christ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഞാനൊരു കർത്താവിൻ്റെ ഒരു ഭവനം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത വശം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റൽ കൊണ്ടുള്ളൊരു ബോള്, നല്ല വലിപ്പമുള്ളൊരു ക്രിസ്റ്റൽ ബോൾ, അതിങ്ങനെ ലൈറ്റ് കത്തുന്നൊരു ബോളാണ്. അതിങ്ങനെ വീടിൻ്റെ അകത്തിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ടൈപ്പാണ്. അതൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, ലൈറ്റ് ഉപയോഗിക്കുന്നില്ല വീട്.
അങ്ങനെ ഒരു ലൈറ്റ് കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവോട് പറയുകയാണ്, ഒരു ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കുടുംബമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്നു. ബിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തിലേക്ക് ഇന്ന് ഒരു വാക്ക് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ഒരു അടയാളം കാണിക്കുന്ന ഭവനം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ബ്രദറെ ഈ പറഞ്ഞത് സിസ്റ്റർ കേട്ടായിരുന്നു? കേട്ടായിരുന്നു ബ്രദറെ. ഇന്ന് അവർക്ക് വേണ്ടി ഒന്ന് വേഗത്തിൽ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിന്റെ അത്ഭുതം ഇന്ന് അവിടെ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കൃപ നിറയട്ടെ. ദൈവത്തിന്റെ കൃപ നിറയട്ടെ. ദൈവത്തിന്റെ കൃപ നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ഈ ദിവസം കേട്ടതുപോലെ വേലക്കാരൻ കൂലിക്ക് യോഗ്യ. നമ്മുടെ അകത്ത് നിഗളം ഉണ്ടാകല്ലേ. നമ്മുടെ അകത്ത് കർത്താവ് ഇന്ന് നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, വേലക്കാരോ ചുരുക്കമാണ്. ആ ചുരുക്കത്തിൻ്റെ അകത്ത് താഴ്മയുള്ളവനെയാണ് ദൈവത്തിന് ആവശ്യം. നമ്മുടെ ഉള്ളിൽ ഞാൻ ഉറപ്പാട് പറഞ്ഞു, നിങ്ങളുടെ കരത്തിലൂടെ നിങ്ങൾ അതിശയിക്കുന്ന രീതിയിൽ വലിയ രോഗസൗഖ്യങ്ങളും വലിയ ദൈവപ്രവർത്തികളെയും കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവുക. താഴ്മയുള്ളവനെ ദൈവം ഉപയോഗിക്കും. കർത്താവിന് വേണ്ടി നിൽക്കുന്നവനെ ദൈവം ഉപയോഗിക്കും. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ലോകത്തിൽ ഒരു മനുഷ്യനും ഉയരാത്തതുപോലെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബത്തിൽ ഈ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഒരു സ്ഥലത്തെ കർത്താവ് എന്നെ എടുത്ത് ഫ്രാൻസിൽ ഒരു വ്യക്തി നിൽക്കുന്നതായിട്ട് ഞാൻ കാണുവാണ്. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിൽ ഒരാൾ ഇങ്ങനെ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് നിൽക്കുവാണ്. ആ ഒരു വ്യക്തിയുടെ സ്ഥലത്തിന് വേണ്ടി കർത്താവ് എന്നെ കാണിക്കുന്നു. അതിൻ്റെ മേൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന സകല വിധമാകുന്ന അവകാശവാദങ്ങളെയും ഇപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഒരു വാക്ക് പറയുന്നു, സ്വസ്ഥത തരാതെ ഇട്ട് കറക്കുന്ന അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനം വിട്ട് മാറിപ്പോകുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. ഇന്ന് ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. സകല പ്രതികൂലങ്ങളും നീങ്ങി കർത്താവിൻ്റെ സാക്ഷി അവിടെ ഉണ്ടാകട്ടെ. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ വെറുതെ ഇരിക്കരുതേ, കൈവച്ച് എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, എൻ്റെ രോഗം യേശു ചുമന്നതാണ്. പറ, എൻ്റെ രോഗം യേശു ചുമന്നതാണ്. എൻ്റെ വേദന യേശു ചുമന്നതാണ്. ഞാനിപ്പോൾ ആരോഗ്യത്തിലിരിക്കുന്നു. യേശുവിൻ്റെ മുറിവ് എന്നെ ആരോഗ്യവാനാക്കിയിരിക്കുന്നു. ഇനി ഞാനിത് ചുമക്കണ്ട, ഇനി ഞാൻ ഈ രോഗത്തിലിരിക്കണ്ട, ഇനി ഞാൻ ഇരിക്കത്തില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ രോഗത്തെ സൗഖ്യമാക്കുന്നു. അപ്പം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ചെയ്ത് നോക്കി. എന്താണോ ഇത് പറഞ്ഞിട്ട് എന്താണോ ബുദ്ധിമുട്ട് അന്ന് ചെയ്ത് ഇപ്പം അത് ഇല്ല. വർഷങ്ങളുള്ള രോഗങ്ങൾ ഇപ്പോൾ മാറുക. വർഷങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ട്, കഴുത്തിൻ്റെ പുറകിൽ ഞാനൊരു മുഴ പോലെ കാണുന്ന ഒരു വ്യക്തിയെ കൈയെടുത്ത് വെച്ച് ഇപ്പം അത് ചുങ്ങിപ്പോവുക. നിങ്ങൾക്ക് ഇപ്പോൾ അത് ഇൻസ്റ്റൻ്റ്ലി അത് സൗഖ്യമാണ്. യൂട്യൂബിലോ ലൈവിലോ ആ വ്യക്തിയുടെ മേൽ ഇപ്പോൾ ആരോഗ്യത്തെ കർത്താവ് ചെയ്യുന്നു. ആ മുഴകൾ അപ്രതീക്ഷമാകുന്നു. അത്ഭുത രോഗസൗഖ്യത്തെ കൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ സൗഖ്യങ്ങൾ ഓരോ വ്യക്തികളുടെ മേൽ നിറയട്ടെ അപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹാലലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പോൾ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് ഈ ഭവനത്തിൻ്റെ അകത്തോട്ട് കയറി ആദ്യത്തെ മുറി കയറി അടുത്തൊരു മുറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് 2 പാളിയുള്ള ഒരു വാതിൽ, പഴയ ടൈപ്പ് ആ ഒരു മോഡലാണ്. 2 പാളിയുള്ള ഒരു ഡോറുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഡോറ് തുറന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരു ആ മുറിക്കകത്ത് തന്നെ ഒരു ഫാൻ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ടേബിൾ ഫാനും കൂടെ ആ മുറിക്കകത്ത് ഇരിപ്പുണ്ട്.
ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ ആ ഒരു മുറിക്കകത്ത് ആ മുറിയുടെ അകത്ത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ, അതായത് ആ വീടിന്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയ പറമ്പ് കഴിഞ്ഞിട്ട് മറ്റൊരു വീടും കൂടെ കാണാൻ പറ്റും. ഈ മുറിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീടിനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ മുറിക്കകത്തിരിക്കുന്ന വ്യക്തിയെ കർത്താവ് തൊട്ടൊരു വാക്ക് പറയുകയാണ്. എന്നോടൊരു ഉള്ളത്തിൽ കർത്താവ് വേദനിച്ച ആ വിഷയത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് പറയുവാണ്, ആ വ്യക്തി തന്നെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു ദിവസം വരാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഈ തന്നെ കേൾക്കുന്ന വ്യക്തി സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിന്റെ വലിയ അത്ഭുതത്തെ കർത്താവ് കുടുംബത്തിന്റെ മേൽ തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്ന് ആ വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ. സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ നീങ്ങിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവെ ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ കൃപ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ഉണ്ടായി വരട്ടെ. കർത്താവിന്റെ ആ പ്രതിസന്ധി എല്ലാം മാറി യേശുവിന്റെ അത്ഭുതം ഇന്ന് അവിടെ സംഭവിക്കട്ടെ. അപ്പ ബാക്കി എല്ലാവരും പറയാൻ വേണ്ടി അല്ലെങ്കിൽ മോനിപ്പം പറഞ്ഞ ആ വിഷയം മുഴുവനും എന്റെ വീട്ടിലന്നു. ഞാൻ മുൻവശത്തെ കതവ് തുറന്ന് എന്റെ മുറി തുറക്കുമ്പോൾ ഒരു വലിയ ഫാനും ഒരു കൊച്ചു ഫാനും ഇരിപ്പുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്തൊരു വീടുമുണ്ട്. ഞങ്ങളോട് അത്ര രസമല്ല, എന്നെ കൊണ്ട് ഇത് വിപ്പിച്ചേച്ച് അത് അവര് മേടിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇവര് നോക്കുന്നതെല്ലാം. ഞാൻ ഒന്നും അനങ്ങാതെ ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയെന്നു. ദൈവമാണ് ഇന്ന് മോന്റെ വായിൽ കൂടെ ആ വചനങ്ങൾ എനിക്ക് തന്നത്. സ്തോത്രം. പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തെ കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും. നന്ദി കർത്താവ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇന്ന് അവിടെ തുറക്കുന്നില്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്നു. ഈ ബുദ്ധനില്ലേ, ബുദ്ധൻ എന്ന് പറയുന്ന ആളുടെ ഒരു 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 ചെറിയ ഒരു പ്രതിമ പോലെ, അതായത് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അങ്ങനെ ഒരു പ്രതിമ പോലത്തെ ഒരു സാധനം ഈ ബുദ്ധ ആ ഒരു ടൈപ്പ് ഒരു പ്രതിമ, അതായത് ഇങ്ങനെ ഈ തപസ് ഇരിക്കുന്നത് പോലെ, യോഗ ചെയ്യുന്നത് പോലെ ഇരിക്കുന്ന ഷേപ്പുള്ള ഒരു പ്രതിമ ഇരിക്കുന്ന ഒരു ഹോള് കർത്താവ് എന്നെ ഇങ്ങനെ കാണാം. അതൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് നിങ്ങൾക്ക്. ആ ഒരു ഗിഫ്റ്റ് പോലെ ഇരിക്കുന്ന സാധനം ഒരു ഹോളിൽ ഇരിക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് കർത്താവ് ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുടെ ഇടത് കൈയിലായിട്ട് ഞാനൊരു ഒരു വള കർത്താവ് എന്നെ ഇങ്ങനെ അതിങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടത് കൈയിലെ അതേ വള, പക്ഷെ വലത് കൈയിൽ അതില്ല. വലത് കൈയിൽ അത്രയും വലിപ്പമുള്ളതല്ല കിടക്കുന്നത്. പക്ഷെ ഈ ഇടത് കൈ കിടക്കുന്നത് അത്രയും വലിപ്പമുള്ള ഒരു വളയാണ്. ആ വ്യക്തി അതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ഒരു വാക്ക് ഇങ്ങനെ പറയുകയാണ്. ഇതൊരു അടയാളം പോലെ കർത്താവ് എന്നെ കാണിച്ചതാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു, ഇങ്ങനൊരു വാക്ക് ദൈവം പറയുകയാണ്, നിരാശപ്പെട്ടിരിക്കുകയാണ്, വർഷങ്ങളായിട്ട് നിരാശയാണ്. ആ ഭവനത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്തൊന്നും ഒരു സ്വസ്ഥതയും ഇല്ല, ഒരു സമാധാനവും ഇല്ല. എന്നാൽ കർത്താവ് ഒരു വാക്ക് പറയുന്നു, ദൈവത്താലുള്ള ഒരു സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ആ വ്യക്തി സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ കർത്താവെ, അങ്ങയുടെ സമാധാനത്തെ ഞാൻ സ്വീകരിക്കുന്നു, അങ്ങയുടെ സന്തോഷത്തെ ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കർത്താവിനാലുള്ള അനുഗ്രഹത്തെ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിൽക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തിയെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നിരാശയോടിരിക്കുകയാണ്, പക്ഷെ കർത്താവ് ഇന്ന് ആ വിഷയത്തിന്റെ മേൽ ഒരു സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ കർത്താവെ, അങ്ങയുടെ സ്വസ്ഥത അവിടെ ഉണ്ടാകട്ടെ, അങ്ങയുടെ സമാധാനം ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ഞങ്ങൾ ഇപ്പോൾ അതിന്റെ മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇപ്പൊ നിങ്ങൾ മ്യൂട്ട് മാറ്റിയ ആൾക്കാരൊക്കെ പറയാനുള്ളവരും. അതെ ബ്രദറെ, അതെ, ആൺകുട്ടിയെ പെൺകുട്ടി എന്റെ മോനെ അങ്ങനെയുണ്ട്. ഒരു വള എന്റെ കൈമേ, പിന്നെ ഈ ബുദ്ധന്റെ ഒരു പ്രതിമ ഇരിപ്പുണ്ട്. സിസ്റ്ററുടെ ഭവനത്തിലാണോ ഇരിക്കുന്നത്? എന്റെ മോന്റെ മുറിയിലാണ് ഇരിക്കുന്നത്. അവന്റെ കൈമയും മറ്റേ സ്റ്റീലിന്റെ വളയിന് കിടക്കണത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവെ, ഇന്ന് അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിന് മേൽ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ അത്ഭുതം അവിടെ സംഭവിക്കട്ടെ. ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഓഗസ്റ്റിൽ ആഗ്രഹിക്കുന്നു
കർത്താവ് എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി നടത്തട്ടെ. ഓഗസ്റ്റിൽ നമ്മൾ കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ എല്ലാ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. ഇന്ന് മുതലേ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വലിയ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈവച്ച്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു UK ഞാൻ നിങ്ങൾക്കറിയാം, നമ്മൾ UK ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് ഇട്ടേക്കാം. വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൺഡേകളിൽ പ്രെയർ നടക്കുന്നുണ്ട്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുള്ളവർ, അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ സൗകര്യങ്ങളുള്ളവർ അതിൽ പങ്കുചേരുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവരോ കടഭാരത്തിലിരിക്കുന്നവരോ ഒന്ന് കൈവച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. മിറക്കിൾ മണി, ദൈവരാജ്യത്തിൻ്റെ സമ്പത്ത് നിങ്ങളുടെ മേൽ വരാൻ വേണ്ടി പോവാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഞാൻ വാരി വീതറി കൊടുക്കും. മനസ്സിൽ വേറെ ഒന്നും ചിന്തിക്കരുത്. ഞാൻ വാരി വീതറി കൊടുക്കും. നന്മയും കരുണയും സ്വർഗരാജ്യത്തെ നോക്കിക്കൊണ്ട്, ദൈവരാജ്യത്തിൻ്റെ നന്മയ്ക്കകത്ത് നിന്നുകൊണ്ട്, മനുഷ്യൻ്റെ ബാങ്കല്ല, മനുഷ്യൻ്റെ പോക്കറ്റല്ല, നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ ജോലിയോ ഒന്നും ശ്രദ്ധിക്കരുത്. ദൈവരാജ്യത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന, മീൻ്റെ അകത്ത് പോലും നന്മ തരുന്ന, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് മന്ന കൊഴിക്കുന്ന ഈ രാജ്യത്തെ നോക്കിക്കൊണ്ട് പറയണം, ഞാൻ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത് പറയുമ്പോൾ മിറക്കിൾ മണികൾ റിലീസ് ചെയ്യും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട്, യേശുവിൻ്റെ നാമത്തിൽ. സാമ്പത്തിക വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നവർ, നിങ്ങൾക്കൊരു രാജ്യമുണ്ട്. ദൈവരാജ്യത്തിൽ നിന്ന് നന്മ വരും. ഇപ്പോൾ തന്നെ ഞാൻ ആരോഗ്യത്തിന് വേണ്ടി കൽപ്പിക്കുന്നപ്പ, ആ രോഗങ്ങൾ സൗഖ്യമാകുന്ന, വേദനകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുന്നു, കൈകളുടെ ചലനശേഷികൾ ചലിക്കുന്നു, വിരലുകളുടെ മേൽ സൗഖ്യങ്ങൾ വ്യാപരിക്കുന്നു, ഇപ്പോൾ തന്നെ ആന്തരിക അവയവങ്ങളുടെ മേൽ ശക്തി വ്യാപരിക്കുന്നു. അവയവങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കുന്നു. ആരോഗ്യം വീണ്ടും തിരിച്ചു വരുത്തുന്നു, ആരോഗ്യത്തെ വിളിച്ചു വരുത്തുന്നപ്പ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മിറക്കിൾ ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. കുടുംബത്തിൽ ഇടർച്ചകൾ മാറിപ്പോകട്ടെ. കർത്താവെ, മദ്യപാനത്തിൽ ദുരാത്മാക്കൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തലമുറകളുടെ ഭാവി തുറന്നു വരട്ടെ. ആരോഗ്യം നിറയട്ടെ, സൗഖ്യം നിറയട്ടെ, നന്മ നിറയട്ടെ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. കുടുംബത്തിൻ്റെ അകത്ത് വഴക്കുകൾ മാറട്ടെ. ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ സമാധാനം ഉണ്ടാകട്ടെ. ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഉദരത്തെ തുറക്കുന്നപ്പോൾ തലമുറകൾ നിറയട്ടെ. വീട് നിറച്ചും തലമുറകൾ ഓടി കളിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അത്ഭുതങ്ങൾ 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 സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ കർത്താവ് അങ്ങ് തൊട്ട് കഴിഞ്ഞ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരു നിമിഷം ഈ സമയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഈ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഒന്ന് ചെക്ക് ചെയ്ത്, ബോഡി മൊത്തം ഒന്ന് ചെക്ക് ചെയ്ത്, എന്നിട്ട് ലൈവിൽ കാണുന്നവരുണ്ട്, നിങ്ങളോട് ഞാൻ പറയുന്നത് ഒന്ന് ചെക്ക് ചെയ്ത്, നിങ്ങളുടെ ശരീരം മുഴുവൻ ചെക്ക് ചെയ്താട്ടെ. കർത്താവ് നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കിയിരിക്കുന്നു. ദൈവം നിങ്ങളുടെ മേൽ അത്ഭുതത്തെ പ്രവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ മേൽ ആരോഗ്യത്തെ വരുത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു. നമുക്കിപ്പം കർത്താവിൻ്റെ വേലയിൽ ഞാൻ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ വേലയിൽ കർത്താവ് വിതച്ച ഓരോ വ്യക്തികളെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വരാൻ പോകുന്ന മീറ്റിങ്ങുകളെ ഓർത്ത് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർ കർത്താവ് അവരുടെ നന്മകൾ അനുഗ്രഹമായി തരട്ടെ. അനേക ജാതികൾ യേശുവിലേക്ക് വരുവാൻ ഒരു മുഖാന്തരമാകട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന അതിരുകൾ വിസ്താരമാകട്ടെ, നന്മ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിലെ ജോലിയിലായിക്കോട്ടെ ദൈവരാജ്യത്തിൻ്റെ സമ്പത്ത് നിറയട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിന് നന്ദി, അത്ഭുത സാക്ഷ്യത്തിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. വർധനവ് നിങ്ങളുടെ മേൽ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത് സാക്ഷ്യം, ഒരേ ആലോചന, ഒരേപോലെ ഇടപെട്ടവർ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ എടുത്തു പറയേണ്ട, സ്വീകരിച്ചാൽ മതി. ഈ സമയത്ത് കർത്താവ് പ്രവർത്തിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ നിങ്ങൾക്ക് പറയാം. സാക്ഷ്യത്തിനുള്ള സമയമാണ്. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ, ഇന്നലെ പറഞ്ഞോ. ഒരു അനിലന്റെ ഭാര്യ എസ് എന്ന് പറഞ്ഞ അക്ഷരവും പറഞ്ഞല്ലോ ബ്രദർ.
അത് ഞാൻ ഈ ഇന്നലെ പ്രയർ തുടങ്ങണേന് ഒരു 1-2 മണിക്കൂർ മുന്നേ തൊട്ടേ പ്രാർത്ഥിച്ചു തുടങ്ങി. എന്റെ ആങ്ങളെയും ഭാര്യയും ഇത്തിരി അടച്ചല്ലാണ്. അപ്പൊ ഭാര്യ വിളിച്ചു പറഞ്ഞു അവളുടെ വീട്ടിലേക്ക് പോവാണ്, നിങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചാൽ അവൻ ഫോണിന് ഭയങ്കര അഡിക്റ്റ് ആണെന്നും പറഞ്ഞു എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ അപ്പൊ തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, ബ്രദറിന്റെ വായിൽ നിന്ന് അവരുടെ പേര് വിളിച്ചൊരു സൗഖ്യം കൊടുക്കണേന്ന്. അത് ഇന്നലെ അതുപോലെ തന്നെ ബ്രദർ വിളിച്ചു പറഞ്ഞു. അത് ഭയങ്കര സന്തോഷായി എനിക്ക്. വലിയൊരു ആമേൻ. സാക്ഷിയായിട്ട് ഞാനത് പറയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വേദനകളെ യേശു അറിയുന്ന പ്രിയസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു നാവായിട്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളോട് ആലോചനകൾ ദൈവം നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു. കുടുംബ കർത്താവിന്റെ സാക്ഷിയായിട്ട് മാറും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ഹലോ ബ്രദർ. പറഞ്ഞു. എന്റെ ഒരു ഫ്രണ്ട് അപ്പൊ അവര് നല്ല തലവേദന കാലത്ത് വിളിച്ചപ്പോ എന്താണ് ചോദിച്ചപ്പോ നല്ല തലവേദന ഇരിക്കുക പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ 2-3 ആവർത്തി വിളിച്ചോ, കുട്ടി ഫോൺ എടുത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നു, എന്താണ് കുട്ടിക്ക് പറ്റിയതെന്ന് അറിയില്ല പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു നല്ല തലവേദനയാണ്, മേലും കൈ വേദനയാണ് എന്ന് പറഞ്ഞു. അന്ന് ഡെങ്കിപ്പനി ആയിരിക്കുമോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും കഴിച്ചോ ചോദിച്ചപ്പോ ലേറ്റ് ആയിട്ട് കുറച്ച് കഞ്ഞി മാത്രമേ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചാട്ടോ അവിടെ പ്രവർത്തിക്കുന്ന എനിക്ക് ആളെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോണ്ടേയിരുന്നു ബ്രദർ. വലിയൊരു അനുഗ്രഹമാണ് അവിടെ പ്രവർത്തിച്ചു. രാവിലെ തൊട്ട് 5 മണി വരെ തലവേദന പറഞ്ഞ് എണീക്കാനും വയ്യാണ്ട് ആരുമില്ല വീട്ടില്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി കിടന്നാണ് ഇഞ്ചക്ഷൻ വെച്ച് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടാവും. അതൊന്നെല്ലാം ദൈവം വിട്ടിരിച്ചു. വലിയൊരു അനുഗ്രഹമാണ് അവിടെ കൊടുത്തത്. തലവേദന മാറി. എന്നെ വിളിച്ചു പറഞ്ഞു നല്ലൊരു ആശ്വാസമുണ്ട്, ഞാൻ കോപ്പി വെച്ച് കുടിച്ചു ഗിരിജയെന്ന് പറഞ്ഞു. നന്ദി പറയണു. ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് വിടുവിച്ച് പറഞ്ഞ പോലെ തന്നെ എണീക്കാൻ പോലും കഴിയാത്ത ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സിസ്റ്റർ വിളിച്ചു പ്രാർത്ഥിച്ചു. 1 അല്ല 2 തവണ പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ വഴിക്ക് ഞാൻ പനി പിടിച്ചു എടുക്കായിരുന്നു. ബ്രദർ അങ്ങനെ പറഞ്ഞ വഴിക്ക് എന്റെ ശരീരത്തിൽ നിന്ന് പനി വിട്ടുമാറി ആകെ വയർത്ത് കുളിച്ചു ശരീരം. ആമേൻ. കർത്താവ് പറഞ്ഞ പനി പിടിച്ച് കിടക്കുമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗം വിട്ടു മാറട്ടെ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ആ പനി ഉടനെ വിട്ടുമാറി ശരീരം പെട്ടെന്ന് വിയർത്ത് കുളിച്ച് അത് സൗഖ്യമായി. കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. എനിക്ക് പിന്നെ 2-3 ദിവസമായിട്ട് ഇച്ചിരി പ്രഷറൊക്കെ ഹൈ ആയിരുന്നു. അത് ഹോസ്പിറ്റലിലൊക്കെ പോയി പല ടെസ്റ്റുകളും ചെയ്തു. ഇന്നിപ്പം പോയി എക്കോ ചെയ്യണമെന്ന് ചെയ്തു. ഒരു കുഴപ്പവും ഇല്ലെന്ന അറിയാൻ തക്കോണം ദൈവം സഹായിച്ചു. ദൈവത്തിന് സകല മഹത്വവും. നന്ദി കർത്താവ്. അങ്ങ് കൊടുത്ത ആ സൗഖ്യത്തിന് നന്ദി പറയുന്നു. അങ്ങ് കൊടുത്ത വിടുതലിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരു കുഴപ്പമില്ലാതെ പറയാൻ ഇടയായി തീർന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. അനേകരെ സൗഖ്യമാക്കി. സിസ്റ്റർ പ്രാർത്ഥന വിഷയം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. സിസ്റ്റർ ഇപ്പൊ മുതൽ പറയേണ്ടത് കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു കഴിഞ്ഞതിന് നന്ദി മാത്രം പറഞ്ഞാൽ മതി. ഞാനതുകൊണ്ട് ഒരുമിച്ച് നമ്മൾ ഇത്രയും പേര് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ധൈര്യമായിട്ടിരിക്കുക. അതിന്റെ റിസൾട്ടുകൾ കാണാൻ വേണ്ടി പോവാ കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. അത്ഭുതം നടന്നു സിസ്റ്റർ കേട്ടോ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ് ബ്രദറെ. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ആന്റിയെ 2-3 വർഷമായിട്ട് സാമ്പത്തികമായിട്ട് ആകെ പ്രയാസത്തിലായിരുന്നു. 2 ആമക്കള് ഗൾഫിലുണ്ട്. പക്ഷെ അവർക്ക് സാമ്പത്തികം അയച്ചു കൊടുക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അവരുടെ നന്മയെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ആന്റിക്ക് ഞാൻ ഈ വിശ്വാസ പ്രഖ്യാപനങ്ങൾ പറഞ്ഞു കൊടുത്ത ആന്റി അത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആന്റിക്ക് 2 സ്ഥലത്ത് ജോലിക്ക് പോകാനായിട്ട് സാഹചര്യം ഒരുങ്ങി. പക്ഷെ അവിടെ ഒരു 15 ദിവസം 16 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചു പോരേണ്ടി വന്നൊരു സാഹചര്യം വരുന്നു. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിലും അവരുടെ ഭവനത്തിന്റെ പുറകിലായിട്ട് ഈ ആഭിചാരം ചെയ്തതിന്റെ ആ ഒരു ഇതൊക്കെ കാണാനായിട്ട് ഇടയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി ഇനിയിപ്പൊ ആന്റി ജോലിക്ക് പോകണ്ട, 2 ആമക്കളുള്ളതല്ലേ, അവര് ആന്റിക്ക് നന്മ അയച്ചു തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു മിറക്കിൾ മണിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആന്റി പേഴ്സ് എടുത്തിട്ടാണേലും പാസ്ബുക്ക് എടുത്തിട്ടാണേലും ആന്റി മിറക്കിൾ മണി കർത്താവ് തരുമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക്
ആന്റിക്ക് ആന്റിയുടെ മൂത്ത മകൻ 30,000 രൂപ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ട് അവര് കൊടുത്ത്. അങ്ങനെ ആന്റി എന്നെ വിളിച്ചു പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ അവര് 2-2.5 വർഷമായിട്ട് കിടന്ന് ഞെരുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. അവൻ തീർച്ചയായിട്ടും ബ്രസ്റ്റ് പറഞ്ഞ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. അത്രയും സാമ്പത്തിക തകർച്ചയോടെ പോകുന്ന കുടുംബത്തിന് വേണ്ടി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? വിശ്വാസ പ്രഖ്യാപനം. അതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷവുമായിട്ട് നിങ്ങൾ ഓരോ ഭവനത്തിൽ ചെന്നാൽ ആ ഭവനം വിടിവിക്കപ്പെടുന്നുള്ള തെളിവാണ് ഈ സാക്ഷ്യം. ആ തകർന്നിരിക്കുന്ന ഭവനത്തിൽ പോയി കർത്താവിന്റെ വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞ് വഴി തുറന്നു. അത് മാത്രമല്ല, വീണ്ടും ഒരു തടസ്സം ഉണ്ടായപ്പോൾ പറഞ്ഞില്ല, തലമുറകളിലൂടെ നന്മ തുറക്കുമെന്നുള്ളത് പറഞ്ഞ് ബലപ്പെടുത്തി അവരെ പ്രാർത്ഥിപ്പിച്ചു. ഇന്ന് ആ നന്മ കാണാനിടയായി തീർന്നു. അപ്പം നിങ്ങൾ പെരയ്ക്കാതിരുന്നാൽ ഇത് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അവർ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇത് കാണാൻ പറ്റി. ഇതേപോലെ അനേകർക്ക് അനുഗ്രഹമാകുമ്പോൾ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും, നിങ്ങളെയും ദൈവം ഉയർത്തും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ബ്രദറെ, അതുപോലെ തന്നെ എല്ലാവരും ഈ 121 സങ്കീർത്തനം 23 സങ്കീർത്തനം ഒക്കെ സാധാരണ ചൊല്ലുന്ന പോലെ ചൊല്ലും. പക്ഷെ ഈ രീതിയിൽ ഏറ്റെടുത്ത് ചൊല്ലുമ്പോഴത്തേക്കാണ് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നത്. അവരോട് പറയുമ്പോൾ അവർ പറയും ഞങ്ങളിത് ചൊല്ലുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കാണാതെ അറിയാമെന്നും പറഞ്ഞുകൊണ്ട് പറയും. അപ്പൊ ഇങ്ങനെ ഏറ്റെടുത്ത് ചൊല്ലിയപ്പോഴാണ് ഒരു അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങിയത്. ആമേൻ. തീർച്ചയായിട്ടും ഇനിയും സിസ്റ്റർ അനേകരെ ബലപ്പെടുത്തുക. കർത്താവ് അത്ഭുതങ്ങളാൽ നിറയ്ക്കും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ, ഞാന് ഇപ്പൊ ഇടയ്ക്ക് സൂം മീറ്റിംഗില് കൂടിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ. സിസ്റ്റർ ക്ലിയർ അല്ലേ സിസ്റ്റർ? റേഞ്ച് ഒത്തിരി ശബ്ദം ഹലോ വരുന്നുണ്ടല്ലോ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഞാന് ഒരു ഇവിടെ എനിക്ക് രോഗസൗകര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 1 വർഷം ആയിട്ട് എന്റെ ശരീരത്തിന് ഒരുപാട് ഒരുപാട് നീര് വന്ന് കിടക്കുന്നുണ്ട്, വേദന. അതിപ്പോ കുറെ നാളുകളായിട്ട് കൈയുടെ ഷോൾഡർ വേദന, ഒരുപാട് വേദന. സിസ്റ്റർ ഇച്ചിരി ഉറക്കെ പറയാവോ? ഹെഡ്സെറ്റ് വെച്ചിരിക്കുകയാണെങ്കിൽ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റാവോ? ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ഉറക്കെ പറയണേ. പറഞ്ഞു. അപ്പൊ എനിക്ക് ശരീരത്തിന് ഈ ഞരമ്പ് പിടിച്ച് വലിച്ചിട്ടുള്ള വേദനകൾ കാലിന്റെ കണങ്ങളുടെ താഴെ മാറിയിരുന്നു. അത് കുറെ ദിവസമായി. പിന്നെ അതുപോലെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. അപ്പൊ ഞാനൊരു സിറപ്പ് കഴിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. അപ്പൊ ഞാൻ വചനം കേട്ടിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ പ്രാർത്ഥന വചനം അന്നേരം ഭക്ഷണം. ഇപ്പൊ എനിക്ക് ശരീരത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനൊരു സിറപ്പ് ഭക്ഷണം കഴിക്കും. അത് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അതേ ദേവദാസന്മാരോട് പറയുമ്പോൾ എന്തോ പാരമ്പര്യം കിട്ടിയേക്കുന്നതാണ്. ഇപ്പോൾ ദൈവം ഒരുപാട് ദൈവവചനത്തിൽ കൂടെ ദൈവദാസനിലൂടെ അനുഗ്രഹമായി തീരാനും കഴിഞ്ഞു. സിസ്റ്റർ ഒരു മിനിറ്റ്, സിസ്റ്റർ ഒരു സെക്കൻഡ്. എനിക്ക് സിസ്റ്റർ പറയുന്നത് ക്ലിയർ അല്ല. സിസ്റ്റർക്ക് രോഗം, എന്ത് രോഗമായിരുന്നു പറഞ്ഞ സിസ്റ്റർ? ക്ലിയർ അല്ല, ബ്രേക്ക് ആയി പോവാണ് സൗണ്ട്. എന്ത് രോഗമായിരുന്നു പറഞ്ഞേ? എന്റെ ശരീരത്തിന്റെ ഞരമ്പ് ഞരമ്പ് പെടയുന്ന ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ കണ്ണങ്കാലിന്റെ താഴെ നീര് വരും. അത് വന്നിട്ട് ഭയങ്കര വേദന. അതൊക്കെ പാസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ മാറിക്കൊണ്ടിരുന്നത്. ഞാൻ കുറെ ദിവസങ്ങളായിട്ട് പറയുന്നു, അറിയാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ രസമില്ല, രുചിയില്ല. ഭക്ഷണത്തോട് ആഗ്രഹം ഉണ്ടാവാറില്ല. അത് കഴിക്കണമെങ്കിൽ സൈക്കോൺ എന്ന് പറഞ്ഞൊരു സിറപ്പ് കഴിക്കുന്നതാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 1 വർഷമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വചനം കേട്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, സിറപ്പ് കഴിക്കുന്നില്ല. എനിക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ആരോഗ്യം ശരീരത്തിന് മനസ്സിന് വളരെ സന്തോഷമുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരുപാട് പ്രയാസങ്ങൾ വന്ന സമയത്ത് അനേകര് സിസ്റ്റർ അതിലേക്ക് ഞാൻ ഒരു വാക്ക് കേട്ടായിരുന്നു. അനേകര് പറഞ്ഞത് പാരമ്പര്യ രോഗമാണ്. അതെന്തുവായിരുന്നു?
അത് ദേവദാസന്മാര് പറയണ അത് അതൊരു ബന്ധനാണെന്ന് പറയും. പക്ഷെ അവരതിനെ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ദൈവവചനം കേട്ടപ്പോൾ എനിക്കത് വിശ്വാസം വർദ്ധിച്ചു. വചനം കേട്ടിട്ടാണ് ചിലപ്പോ ഭക്ഷണം കഴിക്കുന്നത് തന്നെ. അപ്പൊ ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞ എനിക്കറിയാതെ കാര്യം ഇതാണ്. സിസ്റ്ററുടെ ശരീരത്തിൽ ഞരമ്പ് പെടഞ്ഞ് കാലിൽ കണ്ണയിൽ നീരുണ്ടായിരുന്നു. കുറെ നാളായിട്ട് വേദനയാൽ ഭാരപ്പെടുമായിരുന്നു. മാത്രമല്ല നാവിൽ രുചിയില്ലായിരുന്നു. അല്ലെ സിസ്റ്ററെ? ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തോ ഒരു സിറപ്പ്. വർഷങ്ങളായിട്ടുണ്ടായിരുന്നില്ല, വർഷങ്ങളായിട്ട്. ഇതിപ്പോ എന്തായിരുന്നു ഭക്ഷണമായിട്ടുണ്ടായിരുന്ന അസുഖം? ഭക്ഷണമായിട്ടുള്ള അസുഖം എന്താണെന്ന് അറിയില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നാവിന് രുചിയിലാണ് ഡോക്ടർ പറയുമ്പോ ഡോക്ടർ പറയും ഈ ചെറുപ്പ് കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നാവിന് രുചി വരുന്നില്ലായിരുന്നു. അപ്പൊ അതിന്റെ അപ്പൊ സിറപ്പ് കഴിച്ചു. ഭക്ഷണത്തോട് നമുക്ക് താല്പര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ തളരും, ക്ഷീണം വരും. ഓക്കെ സിസ്റ്റർ, അങ്ങനെയായിരുന്നു. ഞാനിത് കേട്ടത് വെച്ച് പറയാവേ. കാരണം വെച്ചാൽ എനിക്ക് സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണോ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഭക്ഷണത്തിന് കാലിനും ഞരമ്പുകൾക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെ? വേദന ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ നീരും ഉണ്ടായിരുന്നു. നാവിന് രുചിയില്ലായിരുന്നു. കുറെ നാളായിട്ട് അത് ഭാരപ്പെടുന്നായിരുന്നു. ഡോക്ടർ മരുന്ന് കഴിക്കുമ്പോൾ എന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആരൊക്കെയോ പറഞ്ഞത് പാരമ്പര്യ രോഗമാണ്, മാറത്തില്ലെന്നല്ലേ? അങ്ങനെയല്ലേ കേട്ടത്? ബന്ധനമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ സത്യവചനം കേട്ടു, വചനം കേട്ടോണ്ടിരുന്നു, വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പൂർണ്ണ സൗഖ്യമായി. ഇപ്പൊ വേദന മാറി. ഇപ്പൊ മരുന്നില്ലാതെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതല്ലേ സിസ്റ്റർ പറഞ്ഞു? രുചി വരുന്നുണ്ടല്ലേ? അതെ അതെ. പിന്നെ ഒരു സാക്ഷ്യം കൂടി ഉണ്ട്. എന്റെ അമ്മയ്ക്ക് നെഞ്ചിന്റെ അവിടെ ഭയങ്കര, കേട്ടില്ല സിസ്റ്റർ? എന്റെ അമ്മയ്ക്ക് നെഞ്ചിന്റെ ഭാഗത്ത് ഭയങ്കര നീരും വേദനയൊക്കെ വന്നിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ 2 ദിവസം മുമ്പ് പോയപ്പോ ഞാൻ പറഞ്ഞു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഇങ്ങനെ തൊട്ടിട്ട് യേശുവിന്റെ തിരുമുറിവിനെ സൗഖ്യം വന്നിരുന്നു എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇന്നലെ മീറ്റിങ്ങിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്ന അമ്മ എന്റെ അമ്മേനെ പറഞ്ഞു സൗഖ്യമായി. ഞാൻ വെളിച്ചെണ്ണ ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് സൗഖ്യം വന്നു. ആമേൻ. സിസ്റ്റർ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, സിസ്റ്ററുടെ ശരീരത്തിൽ കണങ്കാലിൽ അവിടെ നീരുണ്ടായിരുന്നു, ഞരമ്പ് പടഞ്ഞതിന്റെ ബുദ്ധിമുട്ടായിരുന്നു, അത് സൗഖ്യമായി. നാവിന് രുചിയില്ലായിരുന്നു. 1-2 വർഷമായിട്ട് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വ്യത്യാസമില്ലായിരുന്നു. അത് നിർത്തി. 1-2 വർഷം വർഷങ്ങളായിട്ട് 10-12 വർഷമായിട്ട് ഭക്ഷണം നന്നായി കഴിച്ചില്ല. 12 വർഷമായിട്ടുണ്ടായിരുന്നതാണ്. തുടങ്ങിയത്. ഭക്ഷണത്തിന് രുചിയില്ലായിരുന്നു. അതുകൊണ്ട് സിസ്റ്റർക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു, പറ്റുന്നില്ലായിരുന്നു. 12 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു. യേശുവേ നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക്. നിങ്ങൾ എല്ലാവരും കർത്താൻ ചോദിച്ചു. ഇത്രയും വർഷമായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, നമുക്കൊക്കെ ആഹാരം കഴിക്കുമ്പോൾ ഒരു രുചി വരുന്നുണ്ടല്ലേ? അവർക്ക് ആ സൗകര്യക്ക് രുചി കിട്ടുന്നില്ല, അതിനുള്ള ടേസ്റ്റ് വരുന്നില്ല. പക്ഷെ കർത്താവ് അത് സൗഖ്യമാക്കി. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പലരും പറഞ്ഞത് പാരമ്പര്യമാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ യേശുവിന്റെ നാമത്തിൽ വചനം കേട്ടു വിശ്വസിച്ചു. ഇന്ന് പ്രിയ മാതാവിന് നെഞ്ചിലൊരു നീർക്കെട്ടുണ്ടായിരുന്നു. കുറെ നാളായിട്ട് അത് ഭാരപ്പെടുമായിരുന്നു. കർത്താവിന്റെ അത്ഭുതം. ഇന്നലെ അമ്മച്ചു പറഞ്ഞു അത് സൗഖ്യമായി, അത് മാറിയെന്ന് പറയാൻ ഇടയായി തീർന്നു. നമുക്ക് സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ടായിരുന്നെങ്കിലും കർത്താവിന്റെ സാക്ഷ്യം കേൾക്കുവാൻ പറ്റി. യേശു ചെയ്ത 3 സാക്ഷ്യത്തിനുമായി നന്ദി പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾ 12ആയി. അതിന്റെ മേൽ യേശു അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശു സിസ്റ്ററെ അനേർക്ക് വേണ്ടി ഓടി നടന്ന് പ്രാർത്ഥിച്ചോണം. ഓടി നടന്ന് രോഗികളെ സൗഖ്യമാക്കുക. തകർന്ന ഭവനത്തിൽ പോയി യേശുവിന്റെ നാമം പറയുക. വലിയ അത്ഭുതങ്ങൾ കാണും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പ്രൈസ് ലോർഡ് ബ്രദറെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എനിക്ക് 2 സാക്ഷ്യം പറയാനുണ്ട്. അത് എന്താ പറഞ്ഞ 2 വർഷമായിട്ട് എന്റെ മരുമോന്, അവന് ക്യാൻസർ ആയിരുന്നു. അവൻ ദുബൈയിലായിരുന്നു. അവന് മലദ്വാരത്തെ ക്യാൻസർ ആയിരുന്നു. ആ ക്യാൻസർ ഇവിടെ വന്ന് എറണാകുളം ലക്ഷോറിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തിട്ട് ബാഗ് പുറത്ത് വെച്ചു. വീണ്ടും അവന് അകത്തിടാൻ വേണ്ടി വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. ഇതിനോടിടയ്ക്ക് വീണ്ടും അവന് എന്താ പറയണ്ടേ, ഈ ലിവറെ പിടിച്ചു. അതും ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ അതിനോടിടയ്ക്ക് എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്, സഭയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ഈ ലിബറൽ ഇത് വന്നപ്പോ ഇവര് സൂചി വെച്ച് കരിച്ച് കഴിഞ്ഞ് ആ സമയത്താണ് ഞാൻ ബ്രദറിന്റെ ഈ പ്രാർത്ഥന കേൾക്കുന്നതും. ഞാൻ പല പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്.
അപ്പോ ഞാന് എന്താ പറയുന്നത്, എല്ലാരും ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടിലെ എല്ലാരും പിന്നെ ഒരു വ്യക്തിയെ പറഞ്ഞാൽ പിന്നെ ബ്രദർ നല്ലതായിട്ട് അറിയും, ഞാലിയങ്കഴിയിലുള്ള ഒരു പാസ്റ്ററാണ്, പേര് പറഞ്ഞ അറിയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാരും പിന്നെ പ്രാർത്ഥിച്ച് ബ്രദറിന്റെ ഈ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ സ്വയമായിട്ട് അത് ഏറ്റെടുത്തു. അപ്പൊ എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്രദർ ഇങ്ങനെ പറഞ്ഞു, പിന്നെ മാനവരുടെ പിന്നെ ദൈവമാണ് യേശുക്രിസ്തു, മാനവജാതിയുടെ ദൈവമാണ് യേശുക്രിസ്തു. അപ്പം നമ്മള് പ്രാർത്ഥിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അങ്ങനൊരു ഇത് ഞാൻ കേട്ടപ്പോ, കാര്യം നമ്മൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനൊരു ഒരു വാചകം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഫീലിംഗ് ആയി. ഞാൻ സ്വയമായിട്ട് അത് ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആദ്യത്തെ പ്രാവശ്യം ഹലോ കേൾക്കുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഈ സൂചി വെച്ച് കരിച്ചിട്ട് വീണ്ടും ചെക്കപ്പിന് പോകാനായപ്പോ അവന് വീണ്ടും 9 പോയിന്റ് ആയി. പിന്നെ ഈ ചെക്ക് ചെയ്തപ്പോ അവിടെ ചെന്ന്, അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പൊ അവിടെ ചെന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പം ഈ 9 പോയിന്റ് 7 പോയിന്റ് ആയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെക്കപ്പിന് പോയപ്പം ഈ 7 പോയിന്റ് എന്നുള്ളത് 5 പോയിന്റ് ആയി. അപ്പൊ അങ്ങനെ അത് പടിപടിയായിട്ട് അങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയെ കൂടെ. കാര്യം ഈ 2 വർഷമായിട്ട് എറണാകുളം ലക്ഷോറിലാണ് പോകുന്നത്. അത് ലക്ഷങ്ങള് ഈ ഇത്രയും നാളുകൊണ്ട് ലക്ഷങ്ങൾ ഇതായി. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനി ഒരു നിവർത്തിയില്ല, നീ സൗഖ്യം തന്നേ മതിയാകത്തുള്ളൂ. ഈ വചനം ഞാൻ പറഞ്ഞു, ഞങ്ങള് പിന്നെ ജനിച്ചു വളർന്നതൊക്കെ ഹിന്ദു പ്രകാരമാണ് ഞങ്ങള് ജനിച്ചു വളർന്നതൊക്കെ. പക്ഷെങ്കില് ഈ ദൈവത്തെ അറിയാൻ തുടങ്ങിയ പിന്നാണ് ഞങ്ങള് ഇത്രയൊക്കെ ഒരു നന്മ അനുഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്തായാലും വേണ്ടിയില്ല, ഇപ്പം പിന്നെ തമ്പുരാന്റെ കൃപ കൊണ്ട് ഇപ്പൊ ഒത്തിരി കുറവായി. ഇനി ഈ പ്രാവശ്യം ഈ മാസം 10-ാം തീയതി പോകണമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതങ്ങനെ. പിന്നെ അവിടെ എൻ്റെ മോടെ ബ്രസ്റ്റിന് കൊറോണ സമയത്തൊക്കെ അവിടെ ഈ ബ്രസ്റ്റിന് ഇങ്ങനെ മുഴ വരുമല്ലോ, മിക്കവാറും ഉള്ളവർക്കുണ്ടാവും. പക്ഷെങ്കിൽ അതിങ്ങനെ പരന്ന് കിടക്കുന്നതായതുകൊണ്ട് ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത് എവിടെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ വന്ന് ഇത് എങ്ങും നോക്കാതെയും കാണാതെയും വന്നപ്പോ അവിടെ ആ ബ്രസ്റ്റിന് എന്താ പറയണ്ടേ, വേദനയും ആ ബ്രസ്റ്റിൽ കൂടെ പഴുപ്പും പിന്നെ കുറെ കഴിഞ്ഞപ്പം ബ്ലഡും പഴുപ്പും ഒക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങി. ഞാൻ ശരിക്കും പേടിച്ചു. പിന്നെ ഈ നാട്ടിലൊരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അവര് എന്നെ പ്രാർത്ഥിച്ചേച്ച് വിളിച്ചു പറഞ്ഞു, ചേച്ചി അത് പിന്നെ മുള്ളുകൊണ്ട് എടുക്കേണ്ട, തൂമ്പാ കൊണ്ട് എടുക്കേണ്ടി വരും, അത് ആശുപത്രി കൊണ്ട് കാണിച്ചെന്തുവാന്ന് വെച്ചാൽ അതിന്റെ ബാക്കി ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ഒരു ബ്രസ്റ്റേല് 2ാമത്തെ ബ്രസ്റ്റേലും ആയി. അപ്പൊ പ്രാർത്ഥിച്ചു. ആരോടും ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വന്ന് ആശുപത്രിയിൽ പോയി എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഒന്നുമില്ല, എല്ലാം പാടെ മാറി. ഇവിടെ അസുഖങ്ങളെല്ലാം പാടെ മാറി ഒരു റിസൾട്ട് കിട്ടി. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് കയറിയ പിന്നുള്ള ഒരു നന്മയാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഭയങ്കര ഒരു ബലവാ. ഇപ്പോഴാണെങ്കിലും ഞാൻ ഈ ഖത്തറിന്ന് വിളിക്കുന്നത്, ഞാന് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാന് പിന്നെ ഒരിടത്ത് ചെന്നിരുന്ന ഞാൻ മസാജിങ്ങിന് പോയതാണ്. അപ്പൊ ആ പെൺകുട്ടിക്ക് ആദ്യമേ അവിടെ കൈ പത്തി ഇതുപോലെ ചൊറിഞ്ഞ് പൊട്ടി അങ്ങ് ബ്ലഡ് വരികയാണ്. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ പ്രാർത്ഥിച്ചു പോയി വിടുതലാന്നല്ല, നീ അത് പറയണം. പിന്നെ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നീ പറയണം എന്ന് ഞാൻ അവളോട് പറഞ്ഞു.
പക്ഷെങ്കിൽ അവൾ അത്ര വിശ്വസിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോ നമ്മുടെ കൈയുടെ പോലായി. ഞാൻ അങ്ങ് സന്തോഷിച്ചു. അത് കഴിഞ്ഞ ഞാൻ സന്തോഷിച്ചു. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ അവള് ശരീരം മൊത്തം ചൊറിഞ്ഞു പൊട്ടുക. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചപ്പം അവിടെ ആ ശരീരത്തെ ആ ചൊറിച്ചിലങ്ങ് മാറി. അപ്പൊ പിന്നെ ആ ശരീരം നല്ല ഡ്രൈ ആയിട്ട് വന്നു. വീണ്ടും ഞാൻ ഇവിടെ വീട്ടിൽ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഇന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ശരീരമൊക്കെ നല്ല പഴയതുപോലെ ഒരു അവസ്ഥയിൽ വന്നു. അങ്ങനെ ഇപ്പം ബ്രദർ പറഞ്ഞല്ലോ, പിന്നെ നമ്മള് അനേകർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം. അത് അന്നേരം ഞാനും വിചാരിച്ചു എനിക്ക് പറയണം, സാക്ഷ്യം പറഞ്ഞേ പറ്റത്തുള്ളൂ, ഇനി ഒരു ദിവസം ഇവിടെ നീട്ടാൻ പറ്റത്തില്ല എന്നുള്ളത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സാക്ഷ്യം പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രേസിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മരുമോന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ദൈവം കൊടുത്ത മാറ്റം വലുത് തന്നെയാണ്. കർത്താവ് അത് ആലോചന കേട്ട് അതിൽ ബലപ്പെട്ടല്ലോ. അത് മാത്രമല്ല, ഇന്ന് കേട്ടതുപോലെ മകളുടെ ആ വിഷയം ഡോക്ടർ എവിടെ ചെയ്യണമെന്ന് അറിയത്തില്ല ഓപ്പറേഷൻ, പക്ഷെ ഇന്ന് അത് ഒന്നും വേണ്ട എന്ന് പറയുവാൻ തക്കൊണ്ണം കർത്താവ് ഇവിടേക്ക്. അത് മാത്രമല്ല, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരിൽ യേശുവിന്റെ സൗഖ്യത്തെ പകർന്നു കൊടുക്കുവാനും കർത്താവ് ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നല്ലോ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇനിയും ഒത്തിരി സാക്ഷ്യങ്ങളാൽ കർത്താവ് നിറയ്ക്കും. ബൈബിൾ പറയുന്നത് പോലെ ഞാൻ ജീവനുള്ള ഒരു ദേശത്തെ യഹോവയുടെ നന്മ കാണും, അനേകർക്കൊരു അനുഗ്രഹമായി തീരും. ഇനിയും പ്രാർത്ഥിക്കുക, ഇനിയും അനേകരുടെ നാമത്തിൽ, അനേകർക്ക് ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുക. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ എന്തോ ഹലോ ബ്രദറെ, എനിക്ക് പറയണമായിരുന്നു. കഴിഞ്ഞ ചൊടിവിലായിട്ട് ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു വീട്ടിലെ പുള്ളിയുടെ ഹസ്ബൻഡിന്റെ കാര്യത്തിന് വേണ്ടിയാണ് സന്ധ്യയായപ്പോ വീടിന്റെ ബാക്കിലോട്ട് ഇറങ്ങി ഫോണുമായിട്ട്. പക്ഷെ എന്നും സന്ധ്യയാകുമ്പോൾ കലഹത്തിന്റെ ഒരു ദുരാത്മാവ് പ്രവർത്തിക്കുന്നു. പേര് വെളിപ്പെടുത്തി ബിനു എന്നാണ്. അത് ഞാനായിരുന്നു. പല ദിവസമായിട്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്ന്. ഹസ്ബൻഡാണ്, എന്നും വഴക്കാണ്, ഒരു കാര്യവും ഇല്ല, ഒരു ഇതുമില്ല, ഭയങ്കരമായിട്ട് ചെറിയ വെളിയിലിറങ്ങി നടക്കുവാണ്. അന്നേരമാണ് ഞാൻ ഈ സാക്ഷ്യം എല്ലാവരും പറയാനൊരു നിവർത്തിയില്ല. എന്റെ കാര്യം തന്നെയാണ്, പേര് വെളിപ്പെടുത്തി പറഞ്ഞതാണ്. ഒരു കാര്യവും ഇല്ലാതെ ഒരു കൂട്ടുകാരനിൽ കൂടിയാണ് ഇത് ഒരാത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചെന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും മരണം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും സന്ധ്യ ആകുമ്പോ ഒരു സമാധാനവും ഇല്ല. മൊത്തം ചില ദിവസം വിഷമിച്ച ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി എന്ന് വെളിപ്പെടുത്തി പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് സന്ധ്യ ആകുന്ന സമയത്ത് വീടിനകത്ത് കലഹം ഉണ്ടാക്കുന്ന ഹസ്ബൻഡിന്റെ പേര് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു ആ വ്യക്തിയെ യേശു തൊടാൻ വേണ്ടി പോകുന്നു. അതിന്റെ അർത്ഥം സിസ്റ്റർ ഇന്നു മുതൽ പറഞ്ഞോണം, ഞാനും എന്റെ കുടുംബവും ഹസ്ബൻഡും ഒരുമിച്ച് ഞങ്ങൾ യഹോവയെ സ്തുതിക്കും. ഞങ്ങൾ ഒരുമിച്ച് അത് നടക്കാൻ വേണ്ടി പോകാം കേട്ടോ. അത് സംഭവിക്കാൻ വേണ്ടിയാണ്, അത് കർത്താവ് ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി നമ്മളെ അറിയിക്കുന്നതാണ് പ്രവചനം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ധൈര്യപ്പെട്ടോണം. ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ ആരാധിക്കും, ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും, ഒരുമിച്ച് ഞങ്ങളത് കാണാൻ വേണ്ടി അതിന് മുന്നോടിയായിട്ട് എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചതാണ്. ആമേൻ പറഞ്ഞ് ഈ ദിവസം കർത്താവ് പേര് വരെ വെളിപ്പെടുത്തി നമുക്ക് ഉറപ്പിച്ചു. സിസ്റ്റർ എന്നോട് ഈ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഹസ്ബൻഡിന്റെ പേര് വല്ലോ? ശക്തിപ്പെടുക യേശുവിന്റെ നാമത്തിൽ. കർത്താവ് അത് ഒരുമിച്ച് നിങ്ങളെ കർത്താവിന്റെ നാമത്തിൽ നിൽക്കാൻ വേണ്ടി പോവാണ്. ഇത് അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. ഏറ്റെടുത്തോണം. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത് കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. എന്റെ മകളുടെ ശരണ്യ പേര്, അവളുടെ ബ്രദർ പറഞ്ഞില്ലേ തക്ക തുണയെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പൊ എന്റെ മകൾക്ക് വിവാഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ മോളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇനിയും 3-4 മാസം കഴിഞ്ഞാൽ കല്യാണം നടക്കുള്ളൂ. അപ്പൊ അത് സാക്ഷ്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു. ആമേൻ. തക്ക തുണയെ ഒരുക്കുമെന്ന് കർത്താവിന്റെ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം ഒരുക്കിയ നന്മയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ.
ആമേൻ. മകളായ ബ്രദറെ ദൈവം നൽകും. എന്തോ ബ്രദറെ എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്, പ്രാർത്ഥിക്കണേ. കർത്താവ് ഞങ്ങൾ മോനെ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ. അത് മാത്രമല്ല, കർത്താവിന്റെ നാമത്തിൽ ഞാൻ എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന വചനത്താൽ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടട്ടെ. ബ്ലസ് ചെയ്യുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആ. ബ്രദറെ, ഒരു സാക്ഷിയുണ്ട്. ഞാൻ കടക്കിൽ നിന്ന് ഷീലയാണ്. ഞങ്ങൾ കൊല്ലത്ത് പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ മെയ്യിലാണ് കഴിഞ്ഞത്. ഒക്കെ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെയൊക്കെയാണ് കല്യാണം കഴിഞ്ഞത്. എല്ലാവരും ജാതീയ പശ്ചാത്തലത്തിൽ നടത്താനായിട്ട് ശ്രമിച്ചു. അത് പോരാടി എന്തായാലും ദൈവമക്കളെ തന്നെ കല്യാണം നടന്നു. മക്കള് ഇതുവരെ ഒരു ഇതുമില്ലാതിരിക്കുകയായിരുന്നു. ഞാൻ കൊല്ലത്ത് വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ട് അന്ന് മുതൽ ഞാൻ അവിടെ വെച്ചും പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു പുതിയ തലമുറയെ ദൈവം തരുന്നു, ഒരു പിൻതലമുറയെ ദൈവം തന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തായാലും ഇപ്പോ അത് നല്ല വാർത്ത കേൾക്കാനായിട്ടിടയായി. ദൈവം അനുഗ്രഹിച്ചു. ആമേൻ. തീർച്ചയായിട്ടും ദൈവം തക്ക തുണയെ കൊടുത്ത് ദൈവം മാനിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു. അനേകർക്കൊരു അനുഗ്രഹമായിട്ട് കുടുംബം തലമുറയെ കിട്ടി. കർത്താവ് നന്ദി പറയുന്നു. ഇനിയും സാക്ഷ്യങ്ങളാൽ കർത്താവ് നിറയ്ക്കട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ നമുക്ക് കർത്താവിനെ പറഞ്ഞു ഹലോ ബ്രദർ, പറഞ്ഞു എനിക്ക് 2-3 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ബ്രദർ. അപ്പൊ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള തലവേദനയായിരുന്നു. അപ്പൊ 3-ാമത്തെ ദിവസം ഞാൻ 5 മണിക്ക് എണീച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചിട്ട്. അപ്പൊ 5 മണിക്ക് ഞാൻ എണീച്ച് താഴെ പോയിരുന്നു. പക്ഷെ ആ സമയം മുതൽ ഇന്ന് ഈ സമയം വരെ എനിക്ക് പിന്നെ തലവേദന വന്നിട്ടില്ല. കൂടാതെ എന്റെ വലത് കൈക്ക് ഷോൾഡർ, വലത്തെ ചെവി മുതൽ താഴോട്ട് ഭയങ്കര വേദനയാണ്. കൈ പൊക്കാനും താക്കാനും ഒന്നും പറ്റത്തില്ല. പിന്നെ മുടി കെട്ടണമെന്നും ഇടത് കൈ കൊണ്ട് വലത് കൈ പൊക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ എനിക്ക് മുടിയും കെട്ടാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാനിപ്പം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ കൈയിന്റെ വേദന വന്നിട്ട് 2 വർഷത്തിന് മേലെയായി. അതിങ്ങനെ കൂടിയാണ് ഇപ്പൊ വന്നത്. ആദ്യം കഴുത്തിന്റെ അവിടെ നിന്ന് വന്ന്, ചെവിന്റെ അവിടെ നിന്ന് വന്ന വേദന ഷോൾഡറിന് വന്നു. ഷോൾഡറിന് പിന്നെ കഴിഞ്ഞ് താഴേക്ക് വന്നു. മസിൽ മൊത്തം വേദന, പൊക്കാൻ പറ്റില്ല. വലത് കൈ കംപ്ലീറ്റ് നീര് വെച്ചതുപോലെ ആയിരുന്നു, വിരല് വരെ. പക്ഷെ ഇപ്പം കൈയിന്റെ വേദന കുറഞ്ഞോന്ന് ചോദിച്ചാൽ പക്ഷെ പൂർണ്ണമായില്ലെങ്കിൽ 99% കുറവാണ് ബ്രദർ. തലവേദന 2 ദിവസം വന്നിട്ട് ഇതുവരെ തലവേദനയും വന്നിട്ടില്ല. ദൈവത്തിനൊരു കോടാനുകൂടി നന്ദി ഞാൻ പറയാണ്. അത്രയും വിഷമത്തിലായിരുന്നു എൻ്റെ കൈയിന്റെ അവസ്ഥ. കാരണം ഒരു കുഞ്ഞു മോനുണ്ട്, 1 വയസ്സായ. മോന്റെ കാര്യങ്ങളെല്ലാം നോക്കണം, മോള് ജോലിക്ക് പോകുന്നത് കൊണ്ട് അത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്നതായിരുന്നു. ഇപ്പം അത് മാറി ബ്രദർ. നന്ദി കർത്താവെ, അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, അങ്ങ് കൊടുത്ത വിടുതലിന് നന്ദി, അത്ഭുതത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് ഇനിയും നിറയ്ക്കും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം സമാധാനത്തോടെ നടത്തുമാറാകട്ടെ. വലിയ പ്രവൃത്തികളെ കർത്താവ് നിറയ്ക്കും. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടാം. വലിയ പ്രവൃത്തികൾ നിറയ്ക്കുന്ന സമയം എനിക്കറിയാം ഇച്ചിരി കൂടിപ്പോയി. നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ കഴിവതും ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യങ്ങളെ പറയുക. ദൈവം അനുഗ്രഹിക്കട്ടെ.